It looks like some of the big concerns we all had have been addressed. For example, on the question of trade and tariffs, they've decided to sit down together and do a serious negotiation that will conclude by the fall, which is the autumn, September, October of this year. I think that's a very good outcome, a very constructive discussion, because it looks to me as if we have got pretty much all that we could have expected at this time, as I said, except for an assurance on the way in which our migrants are being sent back. Yesterday, the Defense Secretary of the US had said that Mr. Trump is the greatest negotiator in the world, and here Mr. Trump says Mr. Modi is better than him. So I think we are looking at a very high degree of praise from a man who is not known for saying praiseworthy things. So this is good news. നിൽക്കുന്ന രാഷ്ട്രീയ പക്ഷം ഏതായാലും നാടിന്റെ താൽപര്യമനുസരിച്ചാണ് ഞാൻ പ്രതികരിക്കാറുള്ളത്. മോഡി പ്രശംസയ്ക്കും കേരളത്തിലെ വ്യാവസായിക അന്തരീക്ഷം ഇടതു സർക്കാരിന്റെ കാലത്ത് മെച്ചപ്പെട്ടെന്ന ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിലെ ലേഖനത്തിനും ശശി തരൂർ നൽകിയ വിശദീകരണം ഇതാണ്. ഇടതുപക്ഷം ആഘോഷിക്കുകയും കോൺഗ്രസ് വെട്ടിലാകുകയും ചെയ്ത തരൂർ നിലപാടിൽ രൂക്ഷമായ പ്രതികരണങ്ങളുണ്ടായി. പക്ഷേ അഭിപ്രായങ്ങളിൽ ശശി തരൂർ ഉറച്ചു നിന്നു. പ്രധാനമന്ത്രിയുടെ അമേരിക്കൻ യാത്രയെ വിജയമായും പിണറായി ഭരണത്തിലുണ്ടായ കേരളത്തിലെ വ്യാവസായിക വളർച്ചയെയും പറ്റി തരൂർ വാചാലനായതിന് പിന്നിൽ കാരണം എന്തായിരിക്കും? സ്വതന്ത്ര അഭിപ്രായ പ്രകടനങ്ങളിലൂടെ പാർട്ടിയെയും നേതൃത്വത്തെയും തരൂർ പ്രതിരോധത്തിലാക്കുന്നത് ഇതാദ്യത്തെ സംഭവമല്ല. അപ്പോൾ പിന്നെ ഇതൊക്കെ തരൂർ പിന്തുടരുന്ന രാഷ്ട്രീയ സംസ്കാരത്തിന്റെ നിഷ്കളങ്കതയായി കണ്ടാൽ മതിയോ? അതോ ഒറ്റ നോട്ടത്തിൽ കണ്ണിൽപ്പെടാത്ത ചില കണക്കുകൂട്ടലുകൾ ഇതിന് പിന്നിലുണ്ടോ? എൻകൗണ്ടർ പ്രൈം പരിശോധിക്കുന്നു. പ്രേക്ഷകർക്ക് സ്വാഗതം. 3 ലക്ഷം സംരംഭങ്ങൾ തുടങ്ങിയെന്നുള്ള സർക്കാരിൻ്റെ അവകാശവാദത്തോട് ഞങ്ങൾക്ക് യോജിപ്പില്ല. അങ്ങനെ തുടങ്ങിയിട്ടില്ല കേരളത്തിൽ അങ്ങനെ ഒരു അന്തരീക്ഷം ഉണ്ടാകണം. അതിന് ഞങ്ങൾ സർക്കാരുമായിട്ട് സഹകരിക്കും. ശശി തരൂർ ലേഖനം എഴുതിയത് എന്ത് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് എനിക്കറിയില്ല. അദ്ദേഹം അങ്ങനെ പറയാനുണ്ടായ സാഹചര്യം പാർട്ടി പരിശോധിക്കട്ടെ. മോഡിയുടെ അമേരിക്കൻ സന്ദർശനം ഒരു തരത്തിലും വിജയമാണ് എന്ന് വിലയിരുത്താൻ പറ്റില്ല. ഇന്ത്യയുടെ ഒരു ആവശ്യങ്ങളും അവിടെ അംഗീകരിച്ചില്ല. കേരളത്തിന് നമ്മൾക്ക് എന്താ ചൂണ്ടിക്കാണിക്കാനുള്ളത്? ഈ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റാങ്കിങ് അത് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും റാങ്ക് ചെയ്യുന്നതാണ്. അതിൽ നമ്മൾ നല്ലോണം പുറകെയായിരുന്നു. പെട്ടെന്ന് നമ്മൾ 1ാം സ്ഥാനത്ത് എത്തിയിരിക്കണം. ഇതൊരു നാഷണൽ റാങ്കിങ് ആണ്. അപ്പോൾ നമ്മൾ ഇതെല്ലാം കാണാത്ത ഭാവം നടിക്കാൻ സാധിക്കില്ല. എല്ലാ പാർട്ടികളും ഈ കാര്യത്തിൽ ഒരേ ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം. അത് ആര് ഭരിക്കുകയാണെങ്കിലും നമ്മൾക്ക് കേരളത്തിന് ഇതാണ് ആവശ്യം. അത് ആർട്ടിക്കിൾ വായിക്കാൻ പറയണം. ഞാൻ എന്നോട് ചോദിച്ചിട്ടില്ല, ഞാൻ ചൂണ്ടിക്കാണിക്കാം. എല്ലാറ്റിൻ്റെയും ആ റിപ്പോർട്ട്സായി അഥവാ ആ റിപ്പോർട്ടിൽ വല്ല കുറ്റമുണ്ടെങ്കിൽ നമ്മൾ തർക്കിക്കണം. ഡോക്ടർ ശശി തരൂർ MP-യുടെ അഭിപ്രായ പ്രകടനങ്ങൾ നിലപാടോ അതോ നിലവിട്ടതോ? ഇതാണ് ഇന്ന് എൻകൗണ്ടർ പ്രൈം പരിശോധിക്കുന്നത്. നമുക്ക് അതിഥികളായി ചേരുന്നു കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് ശ്രീ സന്ദീപ് വാര്യർ പാലക്കാട്ട് നിന്ന്, ഇടത് സഹയാത്രികൻ അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ പോൾ കൊച്ചിയിൽ നിന്ന് ഈ ചർച്ചയുടെ ഭാഗമാകാൻ എത്തിയിട്ടുണ്ട്. ഐക്യരാഷ്ട്രസഭയിലെ മുൻ ഉദ്യോഗസ്ഥൻ, മുൻ വക്താവ് ശ്രീ ED മാത്യു, അദ്ദേഹം ഡോക്ടർ ശശി തരൂരിൻ്റെ അടുത്ത സുഹൃത്തു കൂടിയാണ്, ഉറ്റമിത്രമാണ്. അദ്ദേഹം ഈ ചർച്ചയിൽ പങ്കെടുക്കാനുണ്ട്. ഒപ്പം തന്നെ രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ ശ്രീജിത്ത് പണിക്കർ നമ്മളോടൊപ്പം ചേരും അല്പസമയത്തിനകം ഈ ചർച്ചയുടെ ഭാഗമാകാൻ. ശ്രീ സന്ദീപ് വാര്യർ, നരേന്ദ്രമോദിയുടെ അമേരിക്കൻ സന്ദർശനം രാജ്യ താൽപ്പര്യങ്ങൾ മുൻനിർത്തി പരിശോധിച്ചാൽ വിജയമാണെന്നും കേരളത്തിലെ വ്യാവസായിക അന്തരീക്ഷത്തിൽ പിണറായി വിജയൻ സർക്കാർ വന്ന ശേഷം ഗണ്യമായ മാറ്റം വന്നിട്ടുണ്ടെന്ന് ദേശീയ തലത്തിലെ റാങ്കിംഗ് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തരൂർ നടത്തിയിട്ടുള്ള അഭിപ്രായ പ്രകടനങ്ങളുമൊക്കെ വിവാദമായപ്പോൾ ഡോക്ടർ തരൂർ അതിന് മറുപടി പറഞ്ഞത് ഒറ്റവാചകത്തിലാണ്: നല്ലത് കണ്ടാൽ ഞാൻ പറയും, മുൻപും ഞാൻ അത് ചെയ്തിട്ടുണ്ട്, ഇനിയും അത് തുടരും. ഈ വിശദീകരണം തൃപ്തികരമാണോ? ഇതുവരെ തരൂർ നടത്തിയ അഭിപ്രായ പ്രകടനങ്ങൾക്കുള്ള രാഷ്ട്രീയ ന്യായീകരണം ആയിട്ടുണ്ടോ? ഗോപീഷ്, ഞാനിവിടെ ഇരിക്കുന്നത് കോൺഗ്രസിൻ്റെ അഭിപ്രായം പറയാനാണ്. കോൺഗ്രസിൻ്റെ അഭിപ്രായം എന്ന് കോൺഗ്രസിൻ്റെ നേതൃത്വം കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അത് വസ്തുതകൾക്ക് നിരക്കുന്ന അഭിപ്രായമാണ്. കൃത്യമായി തന്നെ നേരത്തെയും കോൺഗ്രസ് ഇക്കാര്യത്തിലുള്ള നിലപാടുകൾ പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തേതായി താങ്കൾ ചോദിച്ചത് മോദിയുടെ അമേരിക്കൻ സന്ദർശനവുമായി ബന്ധപ്പെട്ടുള്ളതാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ അമേരിക്കൻ സന്ദർശനം നോക്കൂ, എത്രമാത്രം ഡിഫെൻസീവായിട്ടുള്ളൊരു പൊസിഷനിലായിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യബോധത്തോട് ചിന്തിക്കുന്ന എല്ലാവർക്കും മനസ്സിലാകും. ഇവിടെ ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി ജയശങ്കർ ട്രംപിൻ്റെ സത്യപ്രതിജ്ഞയ്ക്ക് മുൻപായിട്ട് ഒരാഴ്ചക്കാലമാണ് ന്യൂയോർക്കിൽ പോയി താമസിച്ചത്. എന്തിനായിരുന്നു താമസം? എങ്ങനെയെങ്കിലും മോദിയെ ട്രംപിൻ്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുപ്പിക്കണം. വിജയിക്കാൻ സാധിച്ചോ?
അപ്രധാനമായിട്ടുള്ള മറ്റു പല രാജ്യങ്ങളെയൊക്കെ വിളിച്ചപ്പോൾ പോലും പല രാഷ്ട്ര നേതാക്കളെയും ഒക്കെ വിളിച്ചപ്പോൾ പോലും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ ആ ചടങ്ങിലേക്ക് ക്ഷണിച്ചില്ല. ജയശങ്കർ പരാജിതനായിട്ട് തിരിച്ചു പോരുകയാണ് ചെയ്തത്. അതിനുശേഷമാണ് ഇന്ത്യയിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റക്കാർ എന്ന പേരിൽ ഇന്ത്യൻ പൗരന്മാരെ കൈകളിലും കാലുകളിലും വിലങ്ങണിയിച്ചുകൊണ്ട് ഇന്ത്യയുടെ എയർ സ്പേസും മറികടന്നുകൊണ്ട് അമേരിക്കൻ സൈനിക വിമാനം ഇന്ത്യൻ എയർപോർട്ടിൽ വന്നിറങ്ങുന്ന ഏറ്റവും ദൗർഭാഗ്യകരമായിട്ടുള്ള സംഭവം ഉണ്ടായത്. ആ വിഷയത്തിൽ അമേരിക്കക്കെതിരായിട്ടുള്ള ഒരു നിലപാട് പ്രഖ്യാപിക്കാൻ, അമേരിക്ക ചെയ്ത് ശരിയായില്ല എന്ന് പറയാൻ ഇന്ത്യക്ക് സാധിച്ചോ? അത് അമേരിക്കൻ പ്രസിഡന്റ് മുഖത്ത് നോക്കി പറയാൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് സാധിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ട് സാധിച്ചിട്ടില്ല? അപ്പോൾ ഈ പറയുന്നത് ഇത്തരം സാഹചര്യങ്ങളിൽ ഇന്ത്യൻ പൗരന്മാരുടെ ആത്മാഭിമാനത്തിന്, ഇന്ത്യയുടെ ആത്മാഭിമാനത്തിന് വ്രണമേറ്റ സാഹചര്യത്തിൽ അതുപോലും അമേരിക്കയുടെ പ്രസിഡന്റ് മുഖത്ത് നോക്കി പറയാൻ, മൈ ഫ്രണ്ടിന്റെ മുഖത്ത് നോക്കി പറയാൻ ആർജവം കാണിക്കാത്ത ഒരു പ്രധാനമന്ത്രിയുടെ അമേരിക്കൻ സന്ദർശനം എന്ന് പറയുന്നത് അതൊരു സമ്പൂർണ്ണ പരാജയമായിരുന്നു എന്നുള്ളത് വ്യക്തമാണ്. ഇന്ത്യയുടെ ഏത് ആവശ്യമാണ് അമേരിക്കൻ പ്രസിഡന്റ് അംഗീകരിച്ചിട്ടുള്ളത്? പൊതുവെ നമുക്കറിയാം, ഇന്നത്തെ ലോകക്രമത്തിൽ എല്ലാ രാജ്യങ്ങളും ഒരു സെൽഫ് പ്രൊട്ടക്ഷനിസം, ഒരു പ്രൊട്ടക്ഷന്റെ ഭാഗമായിട്ട് എല്ലാവരും അവനവനിലേക്ക് ചുരുങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ അമേരിക്ക പോലും അമേരിക്കയെ വീണ്ടും മഹത്തായ രാജ്യമാക്കി മാറ്റുക എന്നുള്ള മുദ്രാവാക്യവുമായി ട്രംപ് പോകുന്ന സമയത്ത് എല്ലാവരും ഒരു പ്രൊട്ടക്ഷനിസത്തിന്റെ ഭാഗമായി മാറിയിരിക്കുന്നു. അപ്പൊ അത്തരം സാഹചര്യത്തിൽ ഇന്ത്യക്ക് ഇന്ത്യയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ സാധിച്ചോ? അമേരിക്കയുടെ കച്ചവടക്കണ്ണോട് കൂടിയിട്ട് അമേരിക്കയുടെ താല്പര്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. താരിഫ് ഇളവ് ഉൾപ്പെടെ ഇന്ത്യ ലോകത്തെ ഏറ്റവും അധികം താരിഫ് ഈടാക്കുന്ന ഒരു രാജ്യമാണെന്ന് ഇന്ത്യ വിമർശിച്ചുകൊണ്ട് പറഞ്ഞ ഒരാളാണ് ട്രംപ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ വിമർശനത്തൊക്കെ ഭയന്നുകൊണ്ട് അമേരിക്കയ്ക്ക് കൂടുതൽ ഇളവുകൾ കൊടുക്കാൻ, ഇന്ത്യയുടെ കമ്പോളം കൂടുതൽ തുറന്നു കൊടുക്കാൻ ഈ കാലത്തും നോക്കൂ, ഇന്തോനേഷ്യ എന്ന് പറയുന്ന ഒരു രാജ്യമുണ്ട്. ആ രാജ്യത്ത് ആപ്പിളിന്റെ ഏറ്റവും പുതിയ മോഡൽ ഫോൺ വിൽക്കാൻ ആ ഗവൺമെന്റ് അനുവദിക്കുന്നില്ല. എന്താ കാരണം? നേരത്തെ ആപ്പിൾ കമ്പനി ഇന്തോനേഷ്യൻ സർക്കാരിന് വാഗ്ദാനം നൽകിയ അത്രയും തുക, വളരെ കുറച്ചെന്തോ തുകയുടെ വ്യത്യാസം വന്നു, അത്രയും തുക ഇൻവെസ്റ്റ് ചെയ്തില്ല എന്ന കാരണം കൊണ്ട് ആ ഫോൺ അവിടെ ഉപയോഗിക്കാൻ അനുവദിക്കുന്നില്ല. അപ്പോൾ ഇന്തോനേഷ്യ പോലെ വളരെ ചെറിയ ഒരു രാജ്യം പോലും അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി അന്താരാഷ്ട്ര കോർപ്പറേറ്റുകളോട് യുദ്ധം ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക്, ഇത്രയും 140 കോടി ജനങ്ങളുടെ വിശാലമായ ഒരു മാർക്കറ്റുള്ള ഒരു ഗ്രോവിംഗ് എക്കണോമിയുടെ പ്രധാനമന്ത്രിക്ക് ഒരു അമേരിക്കൻ പ്രസിഡന്റിനോട് ചെയ്യാമായിരുന്ന, അതല്ലെങ്കിൽ നെഗോഷിയേറ്റ് ചെയ്യാമായിരുന്ന ഏത് ഡീലാണ് അമേരിക്കയിൽ നടന്നിട്ടുള്ളത്? സന്ദീപ്, ഞാൻ ഒന്ന് ഇടപെടുകയാണ്. അതായത് താങ്കൾ ഈ വിഷയത്തിന്റെ മെറിറ്റിലേക്ക്, അതായത് തരൂർ നടത്തിയ അഭിപ്രായ പ്രകടനത്തിന്റെ രാഷ്ട്രീയ സ്വഭാവത്തിന് അപ്പുറത്തേക്ക് ഈ വിഷയത്തിന്റെ മെറിറ്റിൽ കടന്ന് സംസാരിക്കുന്നത് കൊണ്ട് ഡോക്ടർ തരൂർ ഇന്ന് 3 കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അമേരിക്കൻ സന്ദർശനം ആശാവഹമാണ്, പ്രതീക്ഷാ നിർഭരമാണ് എന്ന അഭിപ്രായം പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, വ്യാപാര വാണിജ്യ മേഖലയിൽ ഇന്ത്യയും അമേരിക്കയും തമ്മിൽ തുടരാൻ പോകുന്ന സഹകരണം സംബന്ധിച്ച കാര്യങ്ങൾ 2050 അത് 4 ഇരട്ടിയായി വർദ്ധിപ്പിക്കാനുള്ള തീരുമാനം ഒരു വിജയമായി തരൂർ കാണുന്നു. രണ്ടാമത്തത് ഇല്ലീഗൽ ഇമിഗ്രൻസിനെ കുറിച്ചാണ്, അതായത് ഈ അനധികൃത കുടിയേറ്റത്തെക്കുറിച്ചാണ്. അതിൽ നമുക്ക് വിയോജിപ്പുള്ള ഒരൊറ്റ കാര്യം, അവരെ ട്രീറ്റ് ചെയ്ത്, അതായത് അവരെ കൈവിലങ്ങും കാൽവിലങ്ങും വെച്ച് കൊണ്ടുവന്ന കാര്യമാണ്. അത് പുറത്ത് വാർത്താ സമ്മേളനങ്ങളിൽ പ്രതിപാദിച്ചില്ലെങ്കിൽ പോലും അവർ ഉള്ളിൽ, അതായത് അടച്ചിട്ട മുറിക്കുള്ളിൽ ഈ വിഷയം ചർച്ചയായിട്ടുണ്ടാകുമെന്നും അതിൽ നല്ല പുരോഗതി ഉണ്ടാകുമെന്ന പ്രതീക്ഷ തരൂർ വയ്ക്കുന്നു. മൂന്നാമത്തെ കാര്യം, പ്രതിരോധ മേഖലയിലെ സഹകരണം സംബന്ധിച്ച കാര്യങ്ങളാണ്. അമേരിക്ക ഇന്ത്യക്ക് നൽകാൻ വാഗ്ദാനം ചെയ്തിട്ടുള്ള യുദ്ധവിമാനം അടക്കമുള്ള കാര്യങ്ങളിൽ ഈ 3 കാര്യങ്ങൾ എണ്ണി പറഞ്ഞുകൊണ്ടാണ് ഡോക്ടർ തരൂർ പറയുന്നത് പ്രധാനമന്ത്രിയുടെ അമേരിക്കൻ സന്ദർശനം രാജ്യ താല്പര്യം മുൻനിർത്തി സ്വീകരിക്കപ്പെടാവുന്നതാണെന്ന്. മെറിറ്റിലാണ് സംസാരിക്കുന്നതെങ്കിൽ ഈ 3 കാര്യങ്ങളിലും താങ്കൾ കാണുന്ന പോരായ്മ എന്താണ്? ഒന്ന്, കൊമേഴ്സിന്റെ ആസ്പെക്ട് നോക്കുകയാണെങ്കിൽ അതൊരു നാച്ചുറൽ ഫിനോമിനയാണ്. അതൊരു സ്വാഭാവികമായി സംഭവിക്കേണ്ട 2 രാജ്യങ്ങളുടെ വ്യാപാര ബന്ധങ്ങളാണ്. ഇപ്പൊ ഇന്ത്യ പോലെ ഒരു എക്കണോമിയും അമേരിക്ക പോലെ ലോകത്തെ ഏറ്റവും സമ്പന്ന രാജ്യവും തമ്മിൽ സ്വാഭാവികമായിട്ടുള്ള ഒരു ട്രേഡ് പാർട്ണർഷിപ്പ് എത്രയോ ദീർഘകാലമായിട്ടില്ലേ? അത് കോൺഗ്രസ് ഭരിക്കുന്ന കാലത്തില്ലേ? അത് ശക്തമായിട്ടുള്ള അടിത്തറ കോൺഗ്രസ് പാകിയിട്ടുണ്ട്, കോൺഗ്രസിന്റെ സർക്കാരുകൾ പാകിയിട്ടുണ്ട്. ആ കാലഘട്ടത്തിൽ സ്വാഭാവികമായി സംഭവിക്കേണ്ട ഒരു പുരോഗമനത്തിനപ്പുറം എന്താണ് ഇന്ത്യക്ക് അനുകൂലമായി അഡ്വാൻറ്റേജ് ഇന്ത്യ സിറ്റുവേഷൻ എന്താണ് ഉണ്ടായിരുന്നത്? അവിടെ അഡ്വാൻറ്റേജ് സിറ്റുവേഷൻ മുഴുവൻ അമേരിക്കയ്ക്ക് അനുകൂലമാണ്. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ട്രംപിനെ പോലെ ഒരു ഭരണാധികാരി അഡ്വാൻറ്റേജ് അമേരിക്ക അല്ലാത്ത ഒരു പൊസിഷനിൽ നിന്നുകൊണ്ട് സംസാരിക്കുമെന്ന് കരുതുന്നുണ്ടോ? പ്രത്യേകിച്ച് ട്രംപിന്റെ മുദ്രാവാക്യം പോലും അമേരിക്കൻ താല്പര്യങ്ങൾ സംരക്ഷിക്കാനുള്ളതാണ്. അവര് മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്നുള്ള മുദ്രാവാക്യവുമായിട്ട് മുന്നോട്ട് പോകുന്ന ഡൊണാൾഡ് ട്രംപ്, ഇന്ത്യയുടെ താരിഫ് നയത്തിനെതിരായി, ഇന്ത്യയുടെ നികുതി നയത്തിനെതിരായിട്ട് അതിശക്തമായിട്ട് നിലപാടെടുക്കുന്ന ട്രംപ്, ആ ട്രംപിന് മുന്നിൽ പോയി അമേരിക്കയ്ക്ക് അഡ്വാൻറ്റേജ് ആകുന്ന നിലപാടുകൾ സ്വീകരിച്ചതിന് ശേഷം ഇവിടെ എന്ത് നേടിയെന്നാ പറയുന്നത്? അതുകൊണ്ട് തന്നെ അത് തെറ്റായിട്ടുള്ള ഒരു നെറേറ്റീവാണ്. ഒന്ന്. 2, ശശി തരൂർ പ്രകടിപ്പിച്ചത് ഒരു ആശയാണ്, ഒരു പ്രത്യാശയാണ്. ഏത്? അവിടുത്തെ ഇല്ലീഗൽ ഇമിഗ്രൻസിന്റെ കാര്യത്തിൽ അദ്ദേഹം പ്രതികരിച്ചിട്ടുണ്ടാകാം എന്നൊരു പ്രത്യാശയാണ്. അത് ഈ ട്രംപിന്റെയോ മോദിയുടെയോ ഈ വാർത്താ സമ്മേളനത്തിലോ എവിടെയും അക്കാര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടേ ഇല്ല.
ആ വാർത്താ സമ്മേളനത്തിലെങ്കിലും ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് പറയാമായിരുന്നല്ലോ നിങ്ങൾ ചെയ്തത് ശരിയായില്ല എന്ന് ഞാൻ അമേരിക്കൻ പ്രസിഡന്റിനെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് എന്തേ ഒരു വാക്ക് പറയാൻ പറ്റാതെ പോയത്. മറിച്ച് ലോക്സഭയ്ക്കകത്ത് ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി എന്താ പറഞ്ഞത്? അത് അമേരിക്കയുടെ നിയമമാണെന്ന് പറഞ്ഞ് അമേരിക്ക ന്യായീകരിക്കുകയാണ്. ഇദ്ദേഹം അമേരിക്കയുടെ ഫോറിൻ സെക്രട്ടറിയാണോ ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രിയാണോ? ഏതെങ്കിലുമൊക്കെ വിദേശ രാജ്യങ്ങളിൽ പോയി ചില മാധ്യമപ്രവർത്തകരെ മുന്നിൽ തഗ്ഗടിച്ചത് കൊണ്ട് ഇന്ത്യയുടെ വിദേശ നയം സംരക്ഷിക്കപ്പെടുമോ? അമേരിക്കൻ പ്രസിഡന്റ് വളരെ ശക്തമായിട്ടുള്ള രീതിയിൽ ചില നിലപാടുകൾ എടുക്കുകയും ഇന്ത്യയുടെ പൗരന്മാരെ കൈകളിലും കാലുകളും ബന്ധിച്ച് ഇന്ത്യൻ വിമാനത്താവളത്തിൽ ഈ അമേരിക്കയുടെ സൈനിക വിമാനത്തിൽ കൊണ്ടുപോയി തള്ളുകയും ചെയ്തിട്ട് ഇന്ത്യൻ സർക്കാരിന് എന്തുകൊണ്ട് പ്രതികരിക്കാൻ സാധിച്ചില്ല? നമ്മൾ ഒറ്റ കാര്യം ആലോചിച്ച് നോക്കൂ. ഈ ഓരോ വർഷവും സൗദി അറേബ്യയിലും UAE-യിലും വിവിധ ഗൾഫ് രാജ്യങ്ങളിലും പൊതുമാപ്പുമായി ബന്ധപ്പെട്ട് ആയിരക്കണക്കിന് ഇന്ത്യക്കാരെ അവിടെ നിന്ന് ആ സമയത്ത് തിരികെ അയക്കാറുണ്ട്. ഏതെങ്കിലും ഒരു ഗൾഫ് രാജ്യം ഈ ഒരു ഇന്ത്യൻ പൗരനെ കൈകളിലും കാലുകളിലും വിലങ്ങണിയിച്ച് അവരുടെ സൈനിക വിമാനത്തിൽ ഇന്ത്യൻ എയർപോർട്ടിൽ കൊണ്ടുവന്ന് തള്ളിയിട്ടുണ്ടോ? അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ RSSകാരും BJPക്കാരും ഒക്കെ ഏത് രീതിയിലായിരിക്കും പ്രതികരിച്ചിട്ടുണ്ടാവുക? അപ്പൊ ഗൾഫ് രാജ്യങ്ങളിൽ ഒരു രാജ്യം പോലും എത്രയോ വർഷമായിട്ട് നമുക്കറിയാം, സൗദി അറേബ്യയിലാണെങ്കിലും മിഡിൽ ഈസ്റ്റിലെ ഏത് രാജ്യത്താണെങ്കിലും എത്രയോ ഇല്ലീഗൽ ഇമിഗ്രൻസ് ഇന്ത്യക്കാരായിട്ടുണ്ട്. എത്രയോ ആളുകൾ അവിടെ ഒരു നിയമപരമായിട്ടുള്ള വാലിഡിറ്റി ഇല്ലാത്ത രേഖകളില്ലാതെ എത്രയോ ഇന്ത്യക്കാരുണ്ട്. അവരെയൊക്കെ പൊതുമാപ്പ് നൽകി വളരെ മാന്യമായ രീതിയിൽ ഇന്ത്യയിലേക്ക് ഗൾഫ് രാജ്യങ്ങൾ തിരിച്ചയക്കുമ്പോൾ ഇന്ത്യൻ പൗരന്മാർ, ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തെ പൗരന്മാരെ ഗ്വാണ്ടനാമോ ബേയിലെ തീവ്രവാദികളെ കൈകാര്യം ചെയ്യുന്നത് പോലെ കൈകാര്യം ചെയ്ത് ഇന്ത്യയിലേക്ക് തിരിച്ചയച്ചിട്ട് 56 ഇഞ്ച് നെഞ്ചളവുണ്ടെന്ന് പറയുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി എന്തേ പ്രതികരിക്കാതെ പോയത്? അതാണ് ചോദിക്കാനുള്ളത്. എന്തുകൊണ്ട് പ്രതികരിച്ചില്ല? അപ്പൊ ഡൊണാൾഡ് ട്രംപിന് മുന്നിൽ പോയി കഴിഞ്ഞാൽ വിനീത വിധേയന്റെ വേഷം കെട്ടി നിൽക്കുന്ന നരേന്ദ്രമോദിയെ കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ് കോൺഗ്രസിന്റെ വിമർശനം. ആ വിമർശനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനുള്ളത്. അവിടെ തരൂർ പറയുന്ന കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ ശശി തരൂരിന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമായിരിക്കാം. അത് അദ്ദേഹം നേരത്തെയും പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം അത്തരം കാര്യങ്ങൾ പറയുന്നുണ്ടായിരിക്കും. അതിനെ സംബന്ധിച്ച അഭിപ്രായം AICC ലീഡർഷിപ്പ് എടുക്കും. ഇവിടെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇന്ത്യയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ മോദിക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഒന്ന്. ഇനിയിപ്പോ രണ്ടാമത്തെ കാര്യം അങ്ങ് ചോദിച്ച കാര്യം എന്താ, നമ്മുടെ ഇത് ആയുധമായി ബന്ധപ്പെട്ടത് നോക്കും. അവിടെ അഡ്വാൻറ്റേജ് ആർക്കാണ്? അഡ്വാൻറ്റേജ് US-നല്ലേ? US അവരുടെ ഫൈറ്റർ ജെറ്റ് ഇന്ത്യക്ക് വിൽക്കുന്നു. അവിടെ ഇന്ത്യക്ക് എന്താണ് അഡ്വാൻറ്റേജ് ഉള്ളത്? ഇന്ത്യയുടെ ഈ കൊട്ടിഘോഷിച്ചിട്ടുള്ള ഈ ആത്മനിർഭർ ഭാരതിന്റെ ഭാഗമായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള ഇവിടുത്തെ നമ്മുടെ ആയുധ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് എന്ത് നേട്ടം ഉണ്ടാവാൻ പോകുന്നത്? ഇവിടെ US അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റെൽത്ത് ഫൈറ്റർ അല്ലെങ്കിൽ 5th ജനറേഷൻ ഫൈറ്റർ എയർക്രാഫ്റ്റ് ഫ്രാൻസിനോടും അല്ലെങ്കിൽ റഷ്യയോടും മത്സരിച്ചുകൊണ്ട് ഇന്ത്യക്ക് വിൽക്കാൻ വേണ്ടി ഒരു വ്യാപാര വാണിജ്യ കരാർ ഉണ്ടാക്കുന്നത്, ഒരു ആയുധ കച്ചവട കരാർ ഉണ്ടാക്കുന്നത് ട്രംപിന്റെ പൊളിറ്റിക്കൽ പൊസിഷനിങ്ങിന് വേണ്ടിയിട്ടാണ്. ട്രംപ് വന്നതിന് ശേഷം ഇതാ പ്രധാനപ്പെട്ട ഒരു ആയുധ ഡീൽ ഉണ്ടാക്കിയിരിക്കുന്നു എന്നുള്ളത് അമേരിക്കയിൽ ട്രംപിന് അനുകൂലമായിട്ടുള്ള സാഹചര്യമാണ്. ഒരിക്കലും അഡ്വാൻറ്റേജ് ഇന്ത്യ പൊസിഷനേ അല്ല. അതെങ്ങനെയാണ് പിന്നെ ഇന്ത്യൻ അനുകൂല സാഹചര്യമായി മാറുന്നത്? അത് പണം ഉണ്ടെങ്കിൽ നമുക്ക് ഏത് രാജ്യത്തിന്റെ അപ്പോൾ ഒരു കാര്യം സന്ദീപ്, മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്നതാണ് ട്രംപിന്റെ മുദ്രാവാക്യമെങ്കിൽ മേക്ക് ഇന്ത്യ ഗ്രേറ്റ് അഗെയിൻ എന്നതാണ് ഇന്ത്യയുടെ മുദ്രാവാക്യമെന്നും മിഗായും മെഗായും കൂടി ചേർന്ന ഒരു മെഗാ ഫലമാണ് ഈ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൗഹൃദം കൊണ്ടുണ്ടാക്കാൻ പോകുന്നത് എന്നുമാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. താങ്കൾ ഓർക്കുമല്ലോ. ഞാൻ ആ വിഷയത്തിലേക്ക് വരാം. അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ പോൾ സർ, ഈ സാധാരണ ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പ്രവർത്തകർ ഉത്തരവാദിത്തപ്പെട്ട പദവിയിൽ നിന്ന് നടത്തുന്ന അഭിപ്രായ പ്രകടനങ്ങളും നിരീക്ഷണങ്ങളുമൊക്കെ അതിൻ്റെ ശരിതെറ്റുകളെ കാണുകയും വിലയിരുത്തുകയും ചെയ്യേണ്ടത് പൊതുസമൂഹമാണ്. അവർ നടത്തിയ പരാമർശങ്ങൾ എങ്ങനെ സ്വീകരിക്കണം എന്ന് തീരുമാനിക്കേണ്ടത് പൊതുജനമാണ്. ആ അർത്ഥത്തിൽ ശശി തരൂർ നടത്തിയിട്ടുള്ള 2 പരാമർശങ്ങൾ, ഒന്ന്, അദ്ദേഹം നരേന്ദ്രമോദിയുടെ അമേരിക്കൻ പര്യടനം വൻ വിജയമാണ് എന്ന് അദ്ദേഹം പറയുന്നു. നരേന്ദ്രമോദി എന്നേക്കാൾ മികച്ച നെഗോഷിയേറ്ററാണ് താങ്കൾ എന്ന് ട്രംപ് പറഞ്ഞതിനെ ഒരു വലിയ പ്രശംസാവാചകവും വലിയ ഗ്രേറ്റ് ഗുഡ് ന്യൂസുമായിട്ട് അദ്ദേഹം സ്വീകരിക്കുന്നു. രണ്ടാമത്തെ കാര്യം, ഇവിടെ ഇടതുപക്ഷ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിൽ കേരളത്തിൽ ഒരു വ്യാവസായിക സൗഹൃദാന്തരീക്ഷം ഇല്ല എന്ന് നിരന്തരം പ്രതിപക്ഷം ആക്ഷേപം ഉന്നയിക്കുമ്പോൾ കോൺഗ്രസിൻ്റെ MP ആയ ശശി തരൂർ പറയുന്നു കേരളത്തിലെ വ്യാവസായിക അന്തരീക്ഷം മെച്ചപ്പെട്ടിട്ടുണ്ടെന്നും സ്റ്റാർട്ടപ്പുകളുടെ റാങ്കിങ്ങിൻ്റെ കാര്യത്തിൽ ഇന്ത്യയിൽ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് വളരെ മുൻനിരയിലേക്ക് കേരളം എത്തി, അത് കേരളത്തിൽ മാറ്റത്തിൻ്റെ കാറ്റാണ് എന്ന് തരൂർ പറയുന്നു. തരൂരിൻ്റെ ഈ അഭിപ്രായ പ്രകടനങ്ങളെ പൊതുസമൂഹം എങ്ങനെയായിരിക്കും സ്വീകരിക്കുക? പൊതുജനം എങ്ങനെയായിരിക്കും കാണുക താങ്കളുടെ നിരീക്ഷണത്തിൽ? അല്ല, തരൂർ 2 വിഷയങ്ങളാണ് അഭിപ്രായം പറഞ്ഞത്. ആ 2 അഭിപ്രായ പ്രകടനങ്ങളും അദ്ദേഹം പ്രവർത്തിക്കുന്ന പാർട്ടിയുടെ പ്രഖ്യാപിതമായ നയങ്ങൾക്ക് എതിരായ അഭിപ്രായമാണ്. ഒന്ന്, നമ്മുടെ പ്രധാനമന്ത്രിയുടെ അമേരിക്കൻ സന്ദർശനം. 2, കേരളത്തിലെ വ്യാവസായിക അന്തരീക്ഷത്തിൽ വന്ന മാറ്റങ്ങൾ. ഈ 2 കാര്യങ്ങളിലും കോൺഗ്രസിന് വളരെ വ്യക്തമായ നിലപാടുണ്ട്. ആ നിലപാടിനെ ഞാൻ മാനിക്കുന്നു. അത് ആ പാർട്ടിയുടെ അവകാശമാണ്. ആ പാർട്ടിയുടെ സമുന്നതമായ ഔദ്യോഗിക പദവിയിലിരിക്കുകയും
ആ പാർട്ടിയുടെ MP ആയിരിക്കുകയും ചെയ്യുന്ന ആൾ ശശി തരൂർ ഈ വിഷയത്തിൽ അഭിപ്രായം പറയുമ്പോൾ അത് പൊതുസമൂഹം ശ്രദ്ധിക്കാതിരിക്കില്ല. കാരണം പൊതുസമൂഹത്തിന് ഇതിനു മുമ്പിൽ ക്രെഡിബിലിറ്റി ഉള്ള വിശ്വാസ്യതയുള്ള ഒരു നേതാവാണ്, രാഷ്ട്രീയ പ്രവർത്തകനാണ് ശശി തരൂർ. അതുകൊണ്ട് അദ്ദേഹം ഒരു കാര്യം പറയുമ്പോൾ, പ്രത്യേകിച്ച് ഇന്ത്യയുടെ വിദേശ നയവുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിൽ അഭിപ്രായം പറയുമ്പോൾ അതിന് വിശ്വാസ്യതയുണ്ട്. ആ വിശ്വാസ്യതയുടെ അടിസ്ഥാനത്തിൽ പൊതുസമൂഹത്തിന്റെ ഒരു നല്ല ഭാഗമെങ്കിലും അത് ശരിയായി അംഗീകരിക്കുകയും സ്വീകരിക്കുകയും ചെയ്തേക്കാം. അതുപോലെ തന്നെയാണ് കേരളത്തിലെ വ്യാവസായിക അന്തരീക്ഷത്തെക്കുറിച്ച് അദ്ദേഹം നടത്തിയ അഭിപ്രായ പ്രകടനവും. പക്ഷേ ഇത് പ്രശ്നമാകുന്നത് അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ എന്തെങ്കിലും പ്രത്യേകിച്ച് ദോഷമുള്ളത് കൊണ്ടല്ല, നിയമവിരുദ്ധമായ എന്തെങ്കിലും ഉള്ളത് കൊണ്ടുമല്ല. അനാശാസ്യമായ ഒരു അഭിപ്രായ പ്രകടനവും തരൂർ നടത്തിയിട്ടില്ല. പക്ഷേ തരൂർ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ നിലപാടിൽ നിന്ന് വല്ലാതെ വ്യതിചലിക്കുകയും ആ പാർട്ടിക്കൊരു ഒരു എംബാരസ്മെന്റ് ഉണ്ടാകത്തക്ക രീതിയിൽ അഭിപ്രായ പ്രകടനം നടത്തുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായും ആ പാർട്ടിക്ക് പ്രതികരിക്കേണ്ടി വരും. ആ പ്രതികരണം നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ട് അദ്ദേഹം അങ്ങനെ മാറി, എന്തുകൊണ്ട് ഈ ഘട്ടത്തിൽ അങ്ങനെ അഭിപ്രായം പറഞ്ഞു എന്നതിനെക്കുറിച്ച് എനിക്ക് വ്യക്തമായ ധാരണയൊന്നുമില്ല. പക്ഷെ അദ്ദേഹം അങ്ങനെ ഏതെങ്കിലും താൽക്കാലികമായ താല്പര്യത്തെ മുൻനിർത്തി നിലപാട് മാറ്റുകയും അഭിപ്രായം മാറ്റി പറയുകയും ചെയ്യുന്ന ആളല്ല എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. അദ്ദേഹത്തിന് ശരി എന്ന് തോന്നുന്ന കാര്യങ്ങൾ, അദ്ദേഹത്തിന് ഉചിതം എന്ന് തോന്നുന്ന അഭിപ്രായങ്ങൾ എപ്പോഴും പറയാറുണ്ട്. അത് തന്റെ പാർട്ടിക്ക് സ്വീകാര്യമാകുമോ, തന്റെ പാർട്ടിക്ക് അത് അഹിതകരമാകുമോ എന്നുള്ള ഒരു വീണ്ടും വിചാരം കാണിച്ചിട്ടില്ല. അതിന്റെ ഭവിഷ്യത്ത് അദ്ദേഹം അനുഭവിക്കട്ടെ എന്ന് എനിക്ക് പറയാൻ കഴിയും. സെബാസ്റ്റ്യൻ പോൾ സർ, ഈ തരൂരിന്റെ ഈ അഭിപ്രായ പ്രകടനം വന്ന ഉടനെ താങ്കൾക്കറിയാമല്ലോ, ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു, അടുത്ത വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നു. അതിന്റെ മുന്നൊരുക്കങ്ങൾ പ്രതിപക്ഷത്ത് തുടങ്ങിക്കഴിഞ്ഞു. ഗവൺമെന്റിനെതിരായിട്ടുള്ള രാഷ്ട്രീയ ആയുധങ്ങളൊക്കെ മൂർച്ച കൂട്ടുന്ന സമയമാണ് കേരളത്തെ സംബന്ധിച്ച്. ആ ഘട്ടത്തിൽ സർക്കാരിന്റെ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന്റെ മുഴുവൻ ഊർജത്തെയും ഊറ്റിക്കളയുന്ന തരത്തിലുള്ള ഒരു പ്രതികരണമായി പോയില്ലേ ശശി തരൂരിന്റെ? ഇപ്പോൾ അദ്ദേഹത്തിന്റെ പ്രതികരണത്തിന് തൊട്ടു പിന്നാലെ മുഖ്യമന്ത്രി പറയുന്നു, അദ്ദേഹം പേരെടുത്ത് പറഞ്ഞിട്ടില്ല എങ്കിലും അദ്ദേഹം പറയുന്നു, കേരളത്തിന്റെ വികസന പ്രവർത്തനങ്ങളെയാണ് അദ്ദേഹം അക്കമിട്ട് ചൂണ്ടിക്കാണിച്ചത് എന്നാണ്, അതായത് തരൂരിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, ഈ സമൂഹത്തിന് മുന്നിൽ കാര്യങ്ങൾ വിശദമായി മനസ്സിലാക്കുന്ന ഒരു ജനപ്രതിനിധി കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ടെന്നും ഒരു സാധാരണ പ്രസംഗമല്ല തരൂർ നടത്തിയത്. IT രംഗത്ത് സ്റ്റാർട്ടപ്പുകളുടെ വികസനത്തിന്റെ കണക്കെടുത്താൽ ലോകത്തിലുണ്ടായതിന്റെ എത്രയോ മടങ്ങ് വികാസം കേരളം നേടിയെന്നും ആ കാര്യങ്ങൾ പറയുന്നു. എന്തിനാണ് കേരളത്തെ ഇകഴ്ത്തുന്ന നിലപാട് സ്വീകരിക്കുന്നത്? LDFിനോടുള്ള വിരോധം നാടിനോടുള്ള വിരോധമായി മാറരുത് എന്നാണ് മുഖ്യമന്ത്രി ഈ തരൂരിന്റെ പേരെടുത്ത് പറയാതെ അദ്ദേഹം നടത്തിയിട്ടുള്ള നിരീക്ഷണങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രസ്താവന. എന്ന് പറഞ്ഞാൽ കേരളത്തിലെ പ്രതിപക്ഷത്തെ ഒന്നാകെ ദുർബലമാക്കുന്ന ഒരു നിലപാടായി പോയില്ലേ ശശി തരൂർ MP എടുത്തത്? അതിൽ ഔചിത്യമുണ്ടോ, അതിൽ രാഷ്ട്രീയ ധാരണക്കുറവുണ്ടായിട്ടുണ്ടോ, അതോ തരൂർ ബോധപൂർവം ഇരിക്കട്ടെ അങ്ങനെയൊന്ന് എന്ന് തീരുമാനിച്ചതായിരിക്കുമോ? അല്ല, ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ അമേരിക്കൻ സന്ദർശനത്തെക്കുറിച്ചുള്ള അഭിപ്രായ പ്രകടനത്തെക്കാൾ കോൺഗ്രസിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് കേരളത്തെക്കുറിച്ചുള്ള തരൂരിന്റെ ചില പ്രശംസാവാചകങ്ങളാണ്. അദ്ദേഹം വെറുതെ പറയുന്നതല്ല. അദ്ദേഹം ചില റിപ്പോർട്ടുകളെ അടിസ്ഥാനമാക്കി, കണക്കുകളെ അടിസ്ഥാനമാക്കി അദ്ദേഹത്തിൻ്റെതായ പഠനം ആ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ചില അഭിപ്രായങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ആ അഭിപ്രായങ്ങൾ ഇപ്പോൾ ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെട്ടതുപോലെ കേരളത്തിലെ കോൺഗ്രസിന് വല്ലാതെ ബുദ്ധിമുട്ടിലാക്കും, പ്രയാസത്തിലാക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. തെരഞ്ഞെടുപ്പുകളിലേക്ക് കേരളം അടുത്തുകൊണ്ടിരിക്കുമ്പോൾ കേരളത്തെക്കുറിച്ച് ഒരു പ്രതിപക്ഷത്തെ ഒരു MP, കോൺഗ്രസിന്റെ MP, അത് ശശി തരൂരിനെ പോലെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സാമാന്യം ക്രെഡിബിലിറ്റി ഉള്ള ഒരു നേതാവ് ഇത്തരത്തിൽ സംസാരിക്കുമ്പോൾ അത് ജനങ്ങളിൽ വലിയൊരു ഇമ്പാക്ട് ഉണ്ടാക്കും. ആ ഇമ്പാക്റ്റിനെ LDF മുഖ്യമന്ത്രി തന്നെ സ്വാഗതം ചെയ്തിരിക്കുന്നു. കോൺഗ്രസ് അതിനെ തള്ളിപ്പറയാനുള്ള ബാധ്യസ്ഥരാണ്, അത് തള്ളിപ്പറയുകയും ചെയ്യും. എന്തുകൊണ്ട് ശശി തരൂർ ഇപ്പോൾ ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചു എന്ന ചോദ്യത്തിന് എനിക്ക് വ്യക്തമായ ഉത്തരം നൽകാൻ കഴിയുന്നുമില്ല. ശ്രീ ED മാത്യൂസ്, 2014 നരേന്ദ്രമോദിയെ ഇതേപോലെ തന്നെ ശശി തരൂർ പ്രശംസിച്ചിട്ടുണ്ട്. അന്ന് പറഞ്ഞത് സ്വച്ഛ് ഭാരത് ദൗത്യം പോലുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സംരംഭങ്ങൾ വളരെ ഗുണം ചെയ്യും രാജ്യത്തിനെന്നതായിരുന്നു. നാടിന് നല്ല കാര്യങ്ങൾ കണ്ടാൽ താൻ പ്രതികരിക്കുമെന്നാണ് ഇന്നും ഇപ്പോൾ തരൂർ പറഞ്ഞിരിക്കുന്നത്. അതുവരെ നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ എന്നേക്കാൾ മികച്ച നെഗോഷിയേറ്റർ നരേന്ദ്രമോദിയാണ് എന്ന് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞപ്പോൾ അതിനെ അദ്ദേഹം കണ്ടത്, പൊതുവെ പ്രശംസാവാചകൾ പറയാൻ മടിയുള്ള ട്രംപ് നരേന്ദ്രമോദിയെ ഈ നിലയ്ക്ക്, അതായത് എന്നേക്കാൾ നല്ല നെഗോഷിയേറ്റർ എന്ന നിലയിൽ പ്രശംസിച്ചത് വളരെ സന്തോഷം നൽകുന്ന വാർത്തയാണ്
എന്നാണ് ശശി തരൂർ പറഞ്ഞത്. ഏത് രാഷ്ട്രീയ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും തരൂർ ഇങ്ങനെയൊരു പ്രശംസാവാചകം വളരെ പരസ്യമായി പ്രകടിപ്പിച്ചത്? കോൺഗ്രസ് നേതൃത്വത്തെ ദേശീയ തലത്തിൽ പ്രതിരോധത്തിലാക്കുക എന്നതിനപ്പുറം മറ്റെന്തെങ്കിലും ഗുണം ഈ തുറന്നു പറച്ചിൽ കൊണ്ടുണ്ടാകുമോ? ഗോപികൃഷ്ണൻ, അമേരിക്കയിലെ ഒരു പ്രശസ്തമായ ഒരു സേയിങ് ഉണ്ട്. അത് എന്താണെന്ന് ചോദിച്ചാല്, പൊളിറ്റിക്സ് എൻഡ്സ് അറ്റ് ദ വാട്ടേഴ്സ് എഡ്ജ് എന്ന് പറഞ്ഞാല്, ഒരു രാജ്യത്തെ ഗവൺമെന്റ് ഒരു പോളിസി, വിദേശ നയ പോളിസി എടുക്കുമ്പോൾ അത് ഗവൺമെന്റ് സപ്പോർട്ട് ചെയ്യുന്ന പൊളിറ്റിക്കൽ പാർട്ടീസും ഓപ്പോസിഷൻ പാർട്ടീസും ഒരുപോലെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ള ഒരു 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 കാര്യമാണത്. അത് അമേരിക്കൻ പൊളിറ്റിക്സിൽ അങ്ങനെയാണ്. അവര് വിദേശ നയം സ്വീകരിക്കുമ്പോൾ മിക്കവാറും എല്ലാവരും ഒന്നിച്ചു നിൽക്കും. അത് അവരുടെ സംസ്കാരമാണ്, അത് അവരുടെ പൊളിറ്റിക്സ് ആണ്. എന്ന് പറഞ്ഞതുപോലെ നമുക്ക് ഇവിടെ ഈ ട്രംപിന്റെ കാര്യത്തിൽ പറഞ്ഞാൽ പല കാര്യങ്ങളും നമുക്ക് സംസാരിക്കാനുണ്ട്. ഒന്ന്, പ്രധാനമായിട്ടും ഈ ട്രംപ് മോഡി മീറ്റിംഗിന്റെ ടേക്ക് അവേ എന്താണ്? ബൈലാറ്ററൽ പാർട്ണർഷിപ്പ് ശക്തമാണ്. ഇന്ത്യയും US-ഉം തമ്മിലുള്ള പാർട്ണർഷിപ്പ് ശക്തമാണ്. നോക്കൂ, ആദ്യമായിട്ട് ട്രംപ് സൈൻ ചെയ്ത എക്സിക്യൂട്ടീവ് ഓർഡേഴ്സിൽ ഉള്ളത് ഒന്ന് എന്താണ്? കാനഡയ്ക്കെതിരെ 25% ടാരിഫ്. കാനഡ ആരാണ്? കാനഡ ഏത് രാജ്യമാണ്? കാനഡ എന്ന് പറയുന്നത് USA-യുടെ ഏറ്റവും അടുത്ത സുഹൃത്തും ഏറ്റവും അടുത്ത ബന്ധുവും ഏറ്റവും അടുത്ത നെയ്ബറുമാണ്. അത്രയ്ക്കും ശക്തമായ ഒരു റിലേഷൻഷിപ്പ് ഉള്ള ഒരു രാജ്യത്തിനെതിരെ ആദ്യത്തെ എക്സിക്യൂട്ടീവ് ഓർഡേഴ്സ് സൈൻ ചെയ്തിട്ട് 25% ടാരിഫ് ഇമ്പോസ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞാല് നമുക്കറിയാം എത്രമാത്രം പ്രാധാന്യം ട്രംപ് അമേരിക്കയ്ക്ക് മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്നുള്ള സ്ലോഗന് നൽകുന്നുണ്ട് എന്ന് നമുക്കറിയാം. താരതമ്യം ചെയ്യൂ, ഇന്ത്യയുമായിട്ട് താരതമ്യം ചെയ്യൂ. നമ്മൾ എത്രയോ ഓഷിച്ചിനകലെയാണ്, നമ്മൾ എത്രയോ എനിമിക്കലായിട്ടുള്ള രാജ്യങ്ങളുടെ നടുക്കാണ്, അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് ഇല്ലാത്ത രാജ്യങ്ങളുടെ നടുക്കാണ് നമ്മൾ ജിയോ പൊളിറ്റിക്കലായിട്ട് സിറ്റുവേറ്റ് ചെയ്യുന്നത്. നമ്മുടെ ഇക്കോണമി ഈസ് സ്ലോയിങ് ഡൗൺ. India is forced to take back 7.25 lakhs of undocumented immigrants. 7.25 ലക്ഷം ആൾക്കാരെയാണ് അമേരിക്ക തിരിച്ചയക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ അമേരിക്കൻ ഓയിൽ. അതെല്ലാം താങ്കൾ പറഞ്ഞപ്പോ കാനഡയിൽ ഇറക്കുമതി തീരുവ കൂട്ടാനെടുത്ത തീരുമാനം, ചുങ്കം കൂട്ടാൻ അമേരിക്ക എടുക്കുന്നത്, ഡൊണാൾഡ് ട്രംപ് എടുക്കുന്ന തീരുമാനം അമേരിക്കയെ വീണ്ടും അമേരിക്കയെ ഒരു ഗ്രേറ്റ്നെസ്സിലേക്ക് കൊണ്ടുപോകാൻ എടുക്കുന്ന തീരുമാനമൊക്കെ മനസ്സിലായി. പക്ഷേ നരേന്ദ്രമോദി നടത്തിയ ഈ സൗഹൃദ സംഭാഷണം, അതായത് ഡോക്ടർ തരൂർ വാനോളം പുകഴ്ത്തിയ ഈ സന്ദർശനമുണ്ടല്ലോ, അതിൽ ചില നിലപാടുകളിൽ ഒരു അല്പം പോലും വിട്ടുവീഴ്ചയ്ക്ക് അമേരിക്ക തയ്യാറായിട്ടില്ല. ഇപ്പോൾ ഇന്ത്യയിൽ ഇറക്കുമതി തീരുവ കൂട്ടുന്ന കാര്യത്തിൽ എന്തെങ്കിലും മാറ്റം വരുത്തിയിട്ടുണ്ടോ? ഇന്ത്യയിൽ ബിസിനസ് നടത്താൻ കൊള്ളാവുന്ന ഒരു സൗഹൃദ അന്തരീക്ഷം ഈ രാജ്യത്തില്ല എന്ന ഡൊണാൾഡ് ട്രംപിന്റെ അഭിപ്രായ പ്രകടനത്തിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടായിട്ടുണ്ടോ? നിങ്ങൾ തീരുവ കൂട്ടിയാൽ ഞങ്ങളും തീരുവ കൂട്ടും എന്ന ടിറ്റ് ഫോർ ടാറ്റ് സമീപനം എന്തെങ്കിലും മാറ്റം ഉണ്ടായിട്ടുണ്ടോ? പിന്നെ 119 പേരെയും കൊണ്ടുള്ള താങ്കൾ പറഞ്ഞ 7.5 ലക്ഷം വരുന്ന അമേരിക്കയിലെ അനധികൃത കുടിയേറ്റക്കാരിൽ 119 പേരെയും കൊണ്ടുള്ള അമേരിക്കയുടെ സൈനിക വിമാനം ഇന്ന് പഞ്ചാബിൽ എത്താൻ പോവുകയാണ്. ആ വരുന്ന വിമാനത്തിനകത്തുള്ള നമ്മുടെ നാട്ടുകാർ, നമ്മുടെ ഇന്ത്യക്കാർ, നമ്മുടെ സഹോദരങ്ങൾ, അവരെ കയ്യിലും കാലിലും വിലങ്ങ് വെച്ചിട്ടായിരിക്കില്ല ഇവിടെ ഇറക്കുക എന്ന് ഉറപ്പ് പറയാൻ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ നിലനിൽക്കുമ്പോൾ എങ്ങനെയാണ് കോൺഗ്രസിൻ്റെ, ഈ രാജ്യത്തെ പ്രധാന പ്രതിപക്ഷ പാർട്ടിയുടെ MP ആയ ശശി തരൂരിന് പ്രധാനമന്ത്രിയെ നാടിൻ്റെ നന്മ മുൻനിർത്തി പ്രശംസിക്കാൻ കഴിയുക? ഇസ് ദാറ്റ് നോട്ട് വെയർഡ്? ഗോപികൃഷ്ണൻ, ഈ അൺഡോക്യുമെന്റഡ് ഇമിഗ്രൻസ് ഡിപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് അമേരിക്കൻ പോളിസിയാണ്. അത് ട്രംപ് വന്നതിന് ശേഷം പ്രത്യേകിച്ച് ആക്റ്റീവായിട്ട് ഫോളോ അപ്പ് ചെയ്യുന്ന ഒരു പോളിസിയാണത്. അത് നമ്മുടെ രാജ്യത്തെ മാത്രമല്ല അത് ബാധിക്കുന്നത്. അത് മെക്സിക്കോയെ ബാധിക്കും, അത് നിക്കരാഗോയെ ബാധിക്കും, അത് എൽ സാൽവഡോറിനെ ബാധിക്കും, അങ്ങനെ പല രാജ്യങ്ങളെ ബാധിക്കുന്ന കേസാണിത്. പക്ഷേ അതിൻ്റെ അകത്ത് ഒരു കാര്യം മാത്രമേ എനിക്ക് പ്രത്യേകിച്ച് സൂചിപ്പിക്കാനുള്ളൂ. ഈ ചെയിൻ ഇടുന്നതും ഷാക്കിൾസ് ചെയ്യുന്നതും കൈ വിലങ്ങിടുന്നതും ഒന്നും
മനുഷ്യത്വപരമായ കാര്യങ്ങളല്ല, അത് ഹ്യൂമൻ റൈറ്റ്സിന് എഗെയിൻസ്റ്റ് ആണ്. അത് പാടില്ലായിരുന്നു. അത് അത് പ്രധാനമന്ത്രി അത് ഉന്നയിക്കേണ്ടതായിരുന്നു. ഉന്നയിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അനൗപചാരികമായിട്ട് ഒരുപക്ഷെ ഉന്നയിച്ചിട്ടുണ്ടാവാം. ഈ അടുത്ത അടുത്ത വരുന്ന അമൃത്സറിൽ ലാൻഡ് ചെയ്യാൻ പോകുന്ന വിമാനത്തിന്റെ കാര്യത്തില് നമുക്ക് എന്താണ് സിറ്റുവേഷൻ എന്ന് അറിഞ്ഞുകൂടാ. ഷാക്കിൾസ് ഉണ്ടാവോ ഷാക്കിൾസ് ഇല്ലയോ എന്ന് നമുക്ക് ഇതുവരെ വിവരം കിട്ടിയിട്ടില്ല. അത് അത് ഒരു പ്രധാന വിഷയമായിട്ട് എടുക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇറ്റ്സ് എൻ അമേരിക്കൻ പോളിസി ടു ഡിപ്പോർട്ട് ഇല്ലീഗൽ ഇമിഗ്രൻസ്. പക്ഷേ നമ്മുടെ രാജ്യത്തെ പറ്റി പറയുമ്പോ ഗോപികൃഷ്ണൻ, പ്രധാനമായിട്ട് നമുക്ക് പല ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. H1B വിസ പ്രോഗ്രാം ഈസ് അണ്ടർ സ്ക്രൂട്ടിനി. അത് നമ്മുടെ ഇന്ത്യൻ സിറ്റിസനെ വളരെയധികം ബാധിക്കുന്ന ഒരു കാര്യമാണിത്. കാരണം നമുക്ക് ഒരുപാട് ഇന്ത്യൻ പോപ്പുലേഷൻ അമേരിക്കൻ ഉണ്ട്, ലീഗലായിട്ട് സെറ്റിൽഡ് ആൾക്കാരുണ്ട്. അവരുടെ ഫ്യൂച്ചറിനെ ബാധിക്കുന്ന ഒരു കാര്യമാണിത്. അതുപോലെ തന്നെ ട്രംപ് ഹാസ് സിഗ്നൽഡ് ഹിസ് ഇൻട്രസ്റ്റ് ഇൻ ചൈനയുമായിട്ട് ഒരു 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 ബന്ധം പുനഃസ്ഥാപിക്കുകയല്ല, ഒരു നല്ല ബന്ധം സ്ഥാപിച്ചു കൊണ്ട് പോകാൻ ഉള്ള ഒരു ഇൻട്രസ്റ്റ് ട്രംപ് പറയുന്നുണ്ട്. അത് നമുക്ക് അനുകൂലമല്ല. അതുകൊണ്ട് അതിൻ്റെതായ പ്രത്യാഘാതങ്ങൾ നമുക്കുണ്ട്. പിന്നെ രണ്ടാമത് ഇൻഡോ പസഫിക് പോളിസി ട്രംപ് ഇനിഷ്യേറ്റ് ചെയ്ത പോളിസിയാണത്. അതിൻ്റെ അകത്ത് കണ്ടിന്യൂവേഷൻ ഉണ്ട്. അത് നമുക്ക് നല്ലതാണ്. അത് ചൈനയ്ക്കെതിരാണ്. അപ്പോ പ്രധാനമായിട്ടും ഒരു മൊത്തത്തിൽ നമ്മൾ ഈ കാര്യങ്ങൾ നോക്കുമ്പോ നമുക്ക് ആഘാതം ഒന്നും ഉണ്ടായിട്ടില്ല. ശരി അല്ലേ? ശരി ശ്രീ ഡി നമുക്ക് മാത്യൂസ്, ശരി, നമുക്ക് രണ്ടാമത്തെ അടുത്ത ഘട്ടത്തെ നമുക്കത് കുറച്ചുകൂടി വിശദമായി ചർച്ച ചെയ്യാം. ശ്രീജിത്ത് പണിക്കർ, നരേന്ദ്രമോദിയുടെ അമേരിക്കൻ സന്ദർശനത്തിൽ പ്രധാനമന്ത്രിക്ക് നൽകിയിരിക്കുന്ന ഗുഡ് സർട്ടിഫിക്കറ്റും വ്യാവസായിക വളർച്ചയുടെയും വ്യാവസായിക സൗഹൃദ അന്തരീക്ഷത്തിനും സ്റ്റാർട്ടപ്പുകളുടെ കാര്യത്തിലെ റാങ്കിങ്ങിൻ്റെയും പേരിൽ കേരളത്തിലെ പിണറായി സർക്കാരിന് നൽകിയിരിക്കുന്ന ഗുഡ് സർട്ടിഫിക്കറ്റും ശശി തരൂർ എന്ന രാഷ്ട്രീയ പ്രവർത്തകനെയും രാഷ്ട്രീയക്കാരുടെയും കോൺഗ്രസിനെ ദേശീയ തലത്തിലും പ്രാദേശിക തലത്തിലും എങ്ങനെയാണ് ബാധിക്കാൻ പോകുന്നത് താങ്കളുടെ നോട്ടത്തിൽ? അത് ദേശീയ രീതിയിൽ ബാധിച്ചാലും പൊതുജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ പ്രസ്താവനകൾക്ക് സ്വീകാര്യത കിട്ടുമെന്നാണ് ഞാൻ കരുതുന്നത്. ശ്രീജിത്ത് പണിക്കർ, ചെറിയ സാങ്കേതിക പ്രശ്നമുണ്ട് താങ്കളുടെ ഓഡിയോയിൽ, അതുകൊണ്ട് എനിക്കൊരു ചെറിയ ഇടവേള എടുക്കാനുള്ള സമയം കൂടിയുണ്ട്. അത് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴേക്കും ഈ സാങ്കേതിക പ്രശ്നം നമുക്ക് പരിഹരിക്കാം. ഈ ചോദ്യവുമായി ഞാൻ താങ്കളിലേക്ക് തിരികെ വരും ഇടവേളയ്ക്ക് ശേഷം. ശശി തരൂർ ഇതിനു മുൻപും പലവട്ടം പലതവണ പലതരത്തിൽ അദ്ദേഹത്തിൻ്റെ സ്വതന്ത്ര അഭിപ്രായ പ്രകടനങ്ങളുടെ പാർട്ടിയും നേതാക്കളെയും ഒക്കെ വെട്ടിലാക്കിയിട്ടുണ്ട്. അതേ സ്വഭാവത്തിലുള്ള ഒരു പ്രതികരണമായി തരൂരിൻ്റെ ഈ പ്രസ്താവനകളെ കാണാൻ കഴിയുമോ എന്ന ചോദ്യം വലിയ ചോദ്യമായി തന്നെ മുന്നിൽ നിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കേരളത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് സാഹചര്യം ഒരുങ്ങി വരുന്ന സാഹചര്യത്തിൽ ദേശീയ തലത്തിലും പ്രാദേശിക തലത്തിലും കോൺഗ്രസിനെ വെട്ടിലാക്കുന്ന തരൂർ നിലപാട് സ്വതന്ത്ര അഭിപ്രായ പ്രകടനങ്ങളുടെ മാന്യതയായി മാത്രം കാണാൻ കഴിയുമോ എന്നാണ് എൻകൗണ്ടർ പ്രൈം എന്ന് പരിശോധിക്കുന്നത്. നമുക്കൊരു ചെറിയ ഇടവേള എടുക്കാം. ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം ഇതേ അതിഥികളുമായി വളരെ വേഗം. ചർച്ചയിലേക്ക് വീണ്ടും ശ്രീജിത്ത് പണിക്കർ, താങ്കളുടെ നിരീക്ഷണം. ശ്രീ ഗോപികൃഷ്ണൻ, ഞാൻ ഈ വിഷയത്തിൽ മനസ്സിലാക്കുന്നത് ഒരു കോൺഗ്രസ് പാർട്ടി പ്രവർത്തകനായതുകൊണ്ട് എല്ലായ്പ്പോഴും അദ്ദേഹം കോൺഗ്രസ് പ്രതിപക്ഷത്തിരിക്കുന്ന സംസ്ഥാനത്തായാലും അല്ലെങ്കിൽ കേന്ദ്രത്തിലായാലും ഭരിക്കുന്ന ആളിനെ എല്ലായ്പ്പോഴും എതിർത്തുകൊള്ളണം എന്ന രീതിയിലത്തേക്കുള്ള ഒരു നിയമം ചുരുങ്ങിയത് കോൺഗ്രസിലെങ്കിലും ഇല്ല എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം കുറേയധികം അഭിപ്രായ സ്വാതന്ത്ര്യം നൽകുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് കോൺഗ്രസ്. അതുകൊണ്ട് തന്നെ ശശി തരൂർ ഈ പറഞ്ഞിരിക്കുന്ന അഭിപ്രായങ്ങൾക്ക് ചർച്ച ചെയ്യാം, പക്ഷെ അതിന് പൊതുവിലൊരു സ്വീകാര്യത കിട്ടും എന്നാണ് ഞാൻ കരുതുന്നത്. ഇപ്പൊ രണ്ട് തരത്തിലുള്ള പ്രസ്താവന അദ്ദേഹം പറഞ്ഞു. ഒന്ന്, കേന്ദ്രത്തിൽ അദ്ദേഹം നരേന്ദ്രമോദിയുടെ അമേരിക്കൻ സന്ദർശനവുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങൾ പറഞ്ഞു. രണ്ട്, അദ്ദേഹം കേരളത്തിലുള്ള സ്റ്റാർട്ടപ്പുകളുമായി ബന്ധപ്പെട്ട ഇക്കോസിസ്റ്റത്തിന്റെ പ്രത്യേകതകളെ കുറിച്ച് പറഞ്ഞു. രണ്ടും വളരെ പോസിറ്റീവായിട്ടാണ് അദ്ദേഹം പറയുന്നത്. അതിൽ കേന്ദ്രവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അല്പം പോലും രാഷ്ട്രീയം കലർത്തിയിട്ടുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം അദ്ദേഹം പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട പരാമർശങ്ങളെല്ലാം തന്നെ ദേശീയ താല്പര്യത്തിലുള്ളതാണ്. അല്ലാതെ അത് ഏതെങ്കിലും BJP പോളിസിയെ പ്രത്യേകിച്ച് അനുകൂലിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല. അപ്പൊ അദ്ദേഹം തന്നെ പറയുന്നതനുസരിച്ച് നമുക്ക് ഓൾറെഡി ഇന്ത്യൻ എയർഫോഴ്സിന് റഫാൽ ഉണ്ട്, അതിനോടൊപ്പം തന്നെ F-35 കൂടി വരാനുള്ള ഒരു സാധ്യതയുണ്ട് എങ്കിൽ അത് എയർഫോഴ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ലതാണ് എന്ന് പറയുന്നത് ദേശീയ താല്പര്യത്തിലാണ്. അത് BJP അല്ല കോൺഗ്രസാണ് അധികാരത്തിലിരിക്കുന്നത് എങ്കിലും അതേ രീതിയിലത്തേക്കുള്ള ഒരു സമീപനം മാത്രമേ ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു പ്രത്യേകിച്ച് ഒരു ഡിപ്ലോമാറ്റ് ആയിരുന്ന ഒരു വ്യക്തിക്ക് സ്വീകരിക്കാനായിട്ട് കഴിയുകയുള്ളൂ എന്നാണ് ഞാൻ കരുതുന്നത്. ഒന്നാമത്തെ കാര്യം. രണ്ട്, ട്രേഡുമായി ബന്ധപ്പെട്ട താരിഫുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അദ്ദേഹം അതിന്റെ ഏറ്റവും പോസിറ്റീവ് ആസ്പെക്ട് ആയിട്ട് കാണുന്നത് രണ്ട് രാജ്യങ്ങളും തമ്മിൽ
കേവലം നെഗോഷിയേറ്റ് ചെയ്തു എന്നതിനപ്പുറത്തേക്ക് ആ നെഗോസിയേഷൻസ് തുടരുമെന്നും അത് സെപ്റ്റംബർ ഒക്ടോബറോട് കൂടി മാത്രം അതിന്റെ ഒരു ഫൈനാലിറ്റിയിലേക്ക് എത്തുകയും ചെയ്യും എന്ന് പറയുമ്പോൾ എക്സ്റ്റൻഡഡ് നെഗോസിയേഷൻസ് നടക്കുന്നത് നല്ല കാര്യമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഒരുപക്ഷെ ബിഗ് കൺസേൺസ് ആർ അഡ്രസ്ഡ് എന്ന രീതിയിലത്തേക്കുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് അവിടെ വരുന്നത്. കാരണം ഈ ഒരു മീറ്റിംഗുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ആശങ്ക ഉണ്ടായിരുന്ന ചർച്ച ചെയ്യുന്നത് ഈ ടാരിഫുമായി ബന്ധപ്പെട്ട് ട്രേഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കൊടുക്കൽ വാങ്ങലുകൾ എങ്ങനെയാകും എന്നതിനെ പറ്റിയായിരുന്നു. അടുത്തത് അതുകൊണ്ട് തന്നെ, അതായത് വാലിഡായിട്ടുള്ള രണ്ട് കാര്യങ്ങൾ അദ്ദേഹം അവിടെ പറയുന്നത് കൊണ്ട് തന്നെ അദ്ദേഹം ക്രിറ്റിസിസത്തിന്റെ രൂപത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്ന ഇമിഗ്രൻസിനെ, ഇല്ലീഗൽ ഇമിഗ്രൻസിനെ ഇവിടെ കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിലും എനിക്ക് തോന്നുന്നത് കുറേയധികം സ്വീകാര്യത ഇതിന് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതായത് ഇല്ലീഗൽ ഇമിഗ്രൻസിനെ അവിടെ നിന്ന് പുറത്താക്കുക എന്ന് പറയുന്നത് അമേരിക്കയുടെ രീതിയാണ്, ദേ ആർ എൻടൈറ്റിൽ ടു ഇറ്റ്. അതേപോലെ അവരെ സ്വീകരിക്കുക എന്ന് പറയുന്നത് നമ്മുടെ രാജ്യവും ചെയ്യേണ്ടുന്ന കാര്യമാണ്. ആ പോളിസിയിലേക്ക് അധികം നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് സാധ്യമല്ല. പക്ഷെ അവരെ ഇവിടെ കൊണ്ടുവരുന്ന രീതി, അതിൽ വേണമെങ്കിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കാം. അത് അദ്ദേഹം ഒരുപക്ഷെ പ്രകടിപ്പിച്ച് കാണും എന്ന രീതിയിലത്തേക്ക് അദ്ദേഹം അഭിപ്രായം പറയുമ്പോൾ പോലും ആ ക്രിറ്റിസിസം വാലിഡ് ആണ് എന്ന രീതിയിലത്തേക്കാണ് നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ ഇത് വളരെ വാലിഡ് ആയിട്ടുള്ള ഒരു അഭിപ്രായം നാഷണൽ ഇൻട്രസ്റ്റിൽ അദ്ദേഹം പറഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൽ തന്നെ നമുക്കറിയാമല്ലോ, ഇപ്പോ നരേന്ദ്രമോദിയെ തന്നേക്കാൾ മികച്ച നെഗോഷിയേറ്റർ ആണ് എന്ന് ട്രംപ് പറയുന്നതിന്റെ ഒരു സാഹചര്യമുണ്ട്. കാരണം ട്രംപ് അദ്ദേഹത്തിന്റെ സ്വന്തം നിലയ്ക്ക് ഏറ്റവും നല്ല നെഗോഷിയേറ്റർ ആണ്, ബിസിനസ്സുകാരനാണ്, അദ്ദേഹം ഏറ്റവും മികച്ച നെഗോഷിയേറ്റർ ആണ് എന്ന് അവരുടെ ഫോറിൻ സെക്രട്ടറി പറഞ്ഞതിന് ശേഷമാണ് തന്നെക്കാൾ കൂടുതൽ മികച്ചത് നരേന്ദ്രമോദിയാണ് എന്ന് പറയുന്നത്. അപ്പൊ ഇതൊന്നും തന്നെ പ്രത്യേകിച്ച് BJP-യുടെ എന്തെങ്കിലും ഒരു പോളിസിയോടുള്ള ഒരു അപ്രൂവലോ അങ്ങനെയൊന്നുമായിട്ട് കാണേണ്ടതില്ല. മറിച്ച് നമ്മുടെ രാജ്യത്തലവൻ അവിടെ പോകുന്നു, അദ്ദേഹത്തിന് കിട്ടുന്ന ഒരു അംഗീകാരം എന്ന രീതിയിൽ മാത്രം അതിനെ കാണാവുന്നതാണ്. അപ്പൊ ആ നിലയ്ക്ക് നോക്കിക്കഴിഞ്ഞാൽ പ്രശ്നമുള്ള ഒരു കാര്യമല്ല. ഇനി കേരളത്തിലെ വിഷയത്തിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ അദ്ദേഹത്തിന്റെ ആർട്ടിക്കിൾ ശരിക്കും വായിച്ചാൽ നമുക്ക് മനസ്സിലാകും അദ്ദേഹം മെയിൻലി അതിൽ ഫോക്കസ് ചെയ്തിരിക്കുന്നത് ഇവിടുത്തെ സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. പ്രിഡോമിനന്റ്ലി IT ആണ്. അതും ശശി തരൂരെ പ്രതിനിധീകരിക്കുന്നത് തിരുവനന്തപുരത്തിലെയാണ്. തിരുവനന്തപുരമാണ് കേരളത്തിലെ IT-യുടെ ഫ്രണ്ട് റണ്ണർ ആയിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന അദ്ദേഹത്തിന്റെ കോൺസ്റ്റിറ്റ്യുവൻസിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വലിയ കുറേയധികം ഡെവലപ്മെന്റുകൾ കേരള സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു എന്ന അർത്ഥത്തിൽ മാത്രമാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം കേരളത്തിലുള്ള സമഗ്രമായിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റിനെ പറ്റി അതിൽ കാര്യമായിട്ട് അഡ്രസ് ചെയ്യുന്നില്ല. അപ്പൊ അതിൽ തന്നെ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഇവിടെ മെച്ചപ്പെടുന്നത് എന്തുകൊണ്ടാണ്? കേരളം നേരത്തെ വളരെ പിന്നിലായിരുന്നു, ഇപ്പൊ മുന്നിലാണ് എന്നൊക്കെ പറയുന്നതിന്റെ കാര്യം എന്താണ്? നമ്മുടേതായിട്ടുള്ള പുതിയ പോളിസി മേക്കിംഗ് വന്നിട്ടുണ്ട്, നമുക്കൊരു സിംഗിൾ വിൻഡോ അപ്രൂവൽ സിസ്റ്റം വന്നിട്ടുണ്ട്, സ്റ്റാർട്ടപ്പുകളെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്, നോളജ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രി ഉണ്ട്, ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അതായത് തത്വത്തിൽ പേപ്പറിൽ ഈ കാര്യങ്ങളെല്ലാം ഇംപ്ലിമെന്റഡ് ആയോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. പക്ഷെ നീതി ആയോഗ് ഉൾപ്പെടെ പരിശോധിക്കുന്ന സമയത്ത് നിങ്ങളുടെ പ്രോസസ്സിൽ എത്രത്തോളം കറക്ഷൻ ഉണ്ടാക്കി എന്നതാണ് പരിശോധിക്കപ്പെടുക. അല്ലാതെ ഇവിടെ പ്രത്യേകിച്ച് ഒരു വർഷത്തിൽ നീതി ആയോഗ് കേരളത്തിന് 28ാമതിട്ട് തൊട്ടടുത്ത വർഷത്തിൽ ഇവിടെ ഇൻഡസ്ട്രി ബൂം അങ്ങനെ നടന്നതുകൊണ്ടല്ല കേരളം കുറച്ചുകൂടി നില മെച്ചപ്പെടുത്തുന്നത്. ഇവിടെ ഞാൻ കാണുന്നതിലെ റിയാലിറ്റി ചെക്ക് ആവശ്യമുള്ള കാര്യങ്ങളുണ്ട്. അതായത് അദ്ദേഹം ശ്രീ P. രാജീവ് പറയുന്ന കാര്യത്തിനെ ബ്ലൈൻഡായിട്ട് വിശ്വസിച്ചു പോയോ എന്നൊരു സംശയമുണ്ട്. കാരണം അദ്ദേഹം ഇവിടെ ഈ പിന്നാക്കം നിന്നതിന് ശേഷം പിന്നീട് കേരളം മുന്നാക്കം വരുന്നതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറയുന്ന 2 ക്ലെയിമുകളുണ്ട്. ആ 2 ക്ലെയിമുകളും അദ്ദേഹം ആട്രിബ്യൂട്ട് ചെയ്യുന്നത് P. രാജീവിനാണ്. പക്ഷെ അതിന്റെ റിയാലിറ്റി ചെക്ക് എന്ന് പറയുന്നത് അദ്ദേഹം നിർബന്ധമായും നടത്തേണ്ടതായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒന്ന്, ഇതിനോടകം തന്നെ തെറ്റാണ് എന്ന് തെളിഞ്ഞിരിക്കുന്ന 2,90,000 MSME-കൾ ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട് ഒരു ചെറിയ പീരീഡിനുള്ളിൽ എന്നതാണ്. MSME എന്താണ്, എന്ത് തരത്തിലുള്ള ബിസിനസ്സുകളാണ് ഇവിടെ ഉണ്ടായത് എന്നതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന് ഉള്ള വാലിഡ് ആയിട്ടുള്ള ഒരു ക്രിറ്റിസിസം ഉണ്ട്. അതവിടെ നിലനിൽക്കെ തന്നെ അദ്ദേഹം അതിനെ മറികടന്നുകൊണ്ട് ഒരുപക്ഷെ P. രാജീവ് പറഞ്ഞിരിക്കുന്ന കാര്യത്തിനെ വിശ്വസിച്ചു പോയോ എന്നുള്ള ഒരു ആശങ്കയുണ്ട്. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം നോക്കൂ, ഇവിടെ നമ്മൾ പല കാര്യങ്ങളും പറയുന്നതിനിടയ്ക്ക് 2 മിനിറ്റ് കൊണ്ട് ഇവിടെ ഒരു പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് 2 ആഴ്ച മുമ്പ് ശ്രീ രാജീവ് പറഞ്ഞിരുന്ന ഒരു പ്രസ്താവനയുണ്ട്. അതായത് ദിവസങ്ങളോളം എടുക്കുന്ന, വർഷങ്ങളോളം എടുക്കുന്ന ഒരു പ്രോസസ്സിൽ നിന്ന് മാറിയിട്ട് മറ്റ് സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ കേരളത്തിൽ ഒരു ബിസിനസ് തുടങ്ങുന്നതിന് 2 മിനിറ്റ് മതി എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യത്തിനെ അതേപടി കോട്ട് ചെയ്തുകൊണ്ട് ഇത് ശരിയാണെങ്കിൽ അത് വിപ്ലവകരമായിട്ടുള്ള ഒരു മാറ്റമാണ് എന്ന നിലയ്ക്കാണ് അദ്ദേഹം അതിനെ അവതരിപ്പിക്കുന്നത്. അത് ഒരുപക്ഷെ തെറ്റായി പോയി പൂർണ്ണമായും. കാരണം കേരളത്തിലെ സ്ഥിതി അങ്ങനെ അല്ല എന്നും അല്ല, അങ്ങനെ ശരിയാണെങ്കിൽ എന്ന് മാത്രമല്ല ശ്രീജിത്ത്, അതിന്റെ 2ാമത്തെ വരിയിൽ അദ്ദേഹം പറയുന്നത് നോട്ട് ജസ്റ്റ് സിംഗിൾ വിൻഡോ അപ്രൂവൽസ് ബട്ട് അപ്രൂവൽസ് ഓഫ് അൺബിലീവബിൾ റാപ്പിഡിറ്റി സീംസ് ടു ബി ഹാപ്പനിങ് എന്നാണ്. കാരണം അദ്ദേഹം അതിനെ എൻഡോഴ്സ് ചെയ്യുകയാണ്, വെറുതെ പറയുക മാത്രമല്ല. പിന്നെ താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ഈ 2,90,000 MSME-യുടെ കാര്യത്തിൽ
അതിൻ്റെ തുടർവാചകങ്ങളിൽ തരൂർ പറയുന്നത്, ഐ ഹാഡ് ബീൻ കൺസ്ട്രെയിൻഡ് ടു ഒബ്സർവ് ഇൻ ദ പാസ്റ്റ് ദാറ്റ് ഗോഡ്സ് ഓൺ കൺട്രി വാസ് ദ ഡെവിൾസ് ഓൺ പ്ലേ ഗ്രൗണ്ട് ഫോർ ബിസിനസ്. ഇഫ് ദാറ്റ് ഈസ് നോ ലോങ്ങർ ട്രൂ വി ഓൾ ഹാവ് റീസൺസ് ടു സെലിബ്രേറ്റ് എന്ന് പറഞ്ഞ് അദ്ദേഹം എൻഡോഴ്സ് ചെയ്യുകയും ഈ സർക്കാരിൻ്റെ കാലത്ത് വലിയ മാറ്റങ്ങൾ ഇവിടെ സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയുകയാണ്. എപ്പോൾ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് അടുത്ത് വരുമ്പോൾ, അടുത്ത വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള കോപ്പ് കൂട്ടുമ്പോൾ, പ്രതിപക്ഷം നിൽക്കുമ്പോൾ ചെയ്യുകയാണ് ശശി തരൂർ കേരളത്തിൽ. ശ്രീ ഗോപി, അവിടെ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രിഡോമിനന്റ്ലി സ്റ്റാർട്ടപ്പ് മിഷനുമായി ബന്ധപ്പെട്ട് IT മേഖലയുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം. ഇപ്പൊ ഉദാഹരണത്തിന് അതിൽ പറഞ്ഞിരിക്കുന്ന ഒരു ഏജൻസി ഉണ്ട്, ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം. അവരുടെ ഒരു റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ടിൽ കേരളത്തിന്റെ നേട്ടങ്ങളെ പറ്റി പറയുന്നുണ്ട്. ആ റിപ്പോർട്ട് നമ്മൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകുന്നത് മൊത്തത്തിലുള്ള ഇൻഡസ്ട്രി ഡെവലപ്മെന്റിനേക്കാൾ കൂടുതൽ അവർ ഫോക്കസ് ചെയ്യുന്നത് സ്റ്റാർട്ടപ്പും IT-യും തന്നെയാണ്. അതിൽ തന്നെ പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കേരളത്തിൽ അവൈലബിൾ ആയിട്ടുള്ള ടാലന്റ് ആണ്. അല്ലാതെ കേരളത്തിലുള്ള സംവിധാനം എന്നതിനപ്പുറത്തേക്ക് കേരളത്തിൽ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ടാലന്റ് ആണ് ടെക് ഇൻഡസ്ട്രിയിൽ ഉള്ളത് എന്നാണ്. ഇത് ഗുണമാണോ ദോഷമാണോ എന്ന് ചോദിച്ചാൽ ദോഷമാണെന്നാണ് എന്റെ അഭിപ്രായം. കാരണം മറ്റുള്ള ഇന്റർനാഷണൽ കമ്പനികൾ നോക്കുന്ന സമയത്ത് ഇവിടെ അഫോർഡബിൾ ആയിട്ടുള്ള ടാലന്റ് ഉണ്ട് എന്ന് വെച്ചാൽ നമ്മുടെ കഴിവത്തോളം കൂടുതലാണ്, പക്ഷെ നമുക്ക് കൊടുക്കേണ്ടുന്ന റെമ്യൂണറേഷൻ വളരെ കുറവാണ് എന്നാണ്. എന്ന് വെച്ചാൽ നമ്മൾ കോമ്പീറ്റന്റ് ആയിട്ട് അങ്ങനെ ഒരു അന്താരാഷ്ട്ര മാർക്കറ്റിൽ നിൽക്കുന്നില്ല. നമ്മുടെ കഴിവുണ്ട്, പക്ഷെ നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള പ്രതിഫലം ഇവിടേക്ക് കൊണ്ടുവരാൻ കഴിയുന്നില്ല എന്ന് പറയുന്ന ഒരു കഴിവിലായിട്ടാണ് ഞാൻ കാണുന്നത്. പിന്നെ ജനറലൈസേഷൻ ആണോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ അവസാന പാരഗ്രാഫ് നോക്കൂ. അതായത് അദ്ദേഹം വീണ്ടും പറയുന്നുണ്ട്, ലാസ്റ്റ് 2 പാരഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യം, ഇവിടെ ആരെങ്കിലും പണം നിക്ഷേപിക്കാനായിട്ട് വന്നു കഴിഞ്ഞാൽ അവരുടെ മൂലധനം സേഫ് ആണെന്ന് ഉറപ്പിക്കാനായിട്ടുള്ള നിയമനിർമ്മാണം വേണം എന്ന് പറയുന്നുണ്ട്. വളരെ കൃത്യമായിട്ട് കേരളത്തിൽ വേണ്ടുന്ന കാര്യമാണ്. കാരണം ഇവിടെ ഒരു സംരംഭത്തിന് വേണ്ടിയിട്ട് ആൾക്കാർ വന്നു കഴിഞ്ഞാൽ അത് കൃത്യമായ രീതിയിലേക്ക് നടക്കുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ നമുക്കറിയില്ല. റെഗുലേഷൻസ് ഒഴിവാക്കണം എന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് വളരെ വാലിഡ് ആയിട്ടുള്ള ഒരു ക്രിറ്റിസിസമാണ്. കാരണം ഇപ്പോഴും സിംഗിൾ വിൻഡോ ക്ലിയറൻസ് ഒക്കെ ഉണ്ട് എന്ന് പറയുമ്പോൾ പോലും 2 മിനിറ്റിൽ നമുക്ക് ബിസിനസ് നടത്താമെന്ന് പറയുമ്പോൾ പോലും റെഗുലേഷൻസ് എന്ന് പറയുന്നത് വളരെ കൂടുതൽ നമ്മളെ റെസ്ട്രിക്ട് ചെയ്യുന്നുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. ലാസ്റ്റിൽ അദ്ദേഹം പറഞ്ഞത് പ്രോസസ്സുകൾ ഏകീകരിക്കണം എന്നാണ്. എന്ന് വെച്ചാൽ മന്ത്രി രാജീവ് അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ IT-യുമായി ബന്ധപ്പെട്ട് സ്റ്റാർട്ടപ്പ് മിഷനുമായി ബന്ധപ്പെട്ട് നോക്കിക്കഴിഞ്ഞാൽ കുറെയൊക്കെ വാലിഡ് ആണ്. എങ്കിലും കേരളത്തിൽ അക്രോസ് ദ ബോർഡ് അത് കൊണ്ടുവന്നിട്ടില്ല എന്നാണ് പറയുന്നത്. അക്രോസ് ദ ബോർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അക്രോസ് ദ ഇൻഡസ്ട്രി. അപ്പൊ എല്ലാ ഇൻഡസ്ട്രികൾക്കും പറ്റുന്ന രീതിയിലേക്ക് ഇവിടെ മാറ്റങ്ങൾ ഉണ്ടായിട്ടില്ല എന്ന് പറയുമ്പോൾ അത് മിക്സ്ഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഒരു റിയാലിറ്റി ചെക്ക് ആവശ്യമുണ്ട്. അദ്ദേഹം ബ്ലൈൻഡ് ആയിട്ട് ശ്രീ പി രാജീവിനെ എൻഡോഴ്സ് ചെയ്യുന്ന കുറെ കാര്യങ്ങളുണ്ട്. എങ്കിൽ പോലും ഈ രീതിയിലത്തെ അങ്ങനെയാണെങ്കിൽ, അതായത് ഇത് റിയലിസ്റ്റിക് അല്ല, അല്ലെങ്കിൽ ഒരു റിയാലിറ്റി ചെക്ക്, സ്റ്റാറ്റിസ്റ്റിക്സ് പരിശോധിക്കപ്പെടേണ്ടതാണ് എന്നാണ് ശ്രീജിത്ത് താങ്കളുടെ അഭിപ്രായമെങ്കിൽ, അങ്ങനെയാണെങ്കിൽ അത് കുറെ കൂടി അപകടം പിടിച്ചതാണ്. അത്ര പോലും ശ്രദ്ധയില്ലാതെ പി രാജീവിനെ എൻഡോഴ്സ് ചെയ്യുകയും ഈ സർക്കാരിന്റെ കാലത്ത് വലിയ മാറ്റങ്ങളുണ്ട് എന്ന് പറയാൻ ധൃതിപ്പെടുകയും ചെയ്യുന്നു തരൂർ എന്തിന് എന്ന ചോദ്യം വരും. ശ്രീ സന്ദീപ് വാര്യർ, ശ്രീ സന്ദീപ് വാര്യർ, ഇത് ആദ്യമായിട്ടല്ല മോദി പ്രശംസ. താങ്കൾക്കറിയാം 2014 സ്വച്ഛ് ഭാരത് ദൗത്യത്തെക്കുറിച്ച് തരൂർ പറഞ്ഞത്. അദ്ദേഹത്തിന് വക്താവ് എന്ന പദവി നഷ്ടപ്പെടാൻ ഇടയാക്കിയതും അതായിരുന്നു. ഇനി മുഖ്യമന്ത്രി പിണറായി വിജയനെ കുറിച്ചുള്ള പ്രശംസയും ആദ്യമായിട്ടല്ല. 2021 ഈ കേരളത്തെ കൂടുതൽ നിക്ഷേപ സൗഹൃദമാക്കാൻ നടത്തുന്ന ശ്രമങ്ങളെ അദ്ദേഹം പിണറായി വിജയന്റെ പേര് പറഞ്ഞ് അഭിനന്ദിച്ചിരുന്നു. ഇനി നെഹ്റു ഗാന്ധി കുടുംബത്തെക്കുറിച്ച് കോൺഗ്രസിനോട് ചേർത്ത് വെച്ച് തരൂർ എഴുതുക മാത്രമല്ല, അദ്ദേഹം പ്രസംഗിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതൊരു ഫാമിലി റൺ പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് അതിരറ്റ വിമർശനങ്ങൾക്കും അതിരറ്റ പ്രശംസകൾക്കും സ്വയം സ്വാതന്ത്ര്യമെടുത്ത് അത് പ്രയോഗിക്കുന്ന ഒരു രീതി തരൂരിന് മുൻപും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ പ്രശ്നം ഇതൊന്നുമല്ല. ഇതിനൊക്കെ ന്യായീകരിക്കേണ്ടി വരുന്ന ഒരു ഗതികേടിലേക്ക് കോൺഗ്രസ് നേതൃത്വം മാറുന്നുണ്ട് എന്നതാണ്. അങ്ങനെയാണെങ്കിൽ തരൂരിനെ പോലൊരാളെ എങ്ങനെയാണ് പാർട്ടി കൈകാര്യം ചെയ്യേണ്ടത്? ഒന്ന് ഗോപികൃഷ്ണൻ, കോൺഗ്രസിന്റെ അഭിപ്രായം പറയേണ്ടത് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വമാണ്. ആ കാര്യത്തിൽ കൃത്യമായ അഭിപ്രായം കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വവും സംസ്ഥാന നേതൃത്വവും. ഇന്ന് കോൺഗ്രസിന്റെ സംസ്ഥാനത്തെ എല്ലാ പ്രധാനപ്പെട്ട നേതാക്കളും ഏകസ്വരത്തിൽ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം പറഞ്ഞിട്ടുണ്ടല്ലോ. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവും അതുപോലെ തന്നെ രമേശ് ചെന്നിത്തലയും KPC പ്രസിഡന്റോടൊക്കെ എല്ലാവരും ഇക്കാര്യത്തിൽ വളരെ ഏകാഭിപ്രായത്തോടെ വളരെ പാർട്ടിയുടെ അഭിപ്രായം കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ആ പാർട്ടിയുടെ അഭിപ്രായം നേരത്തെ ശ്രീജിത്ത് പറഞ്ഞ പോലെ റിയാലിറ്റിയിൽ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ്. ഇപ്പോൾ 3 ലക്ഷത്തോളം സ്റ്റാർട്ടപ്പുകൾ തുടങ്ങി കേരളത്തിൽ എന്ന് രാജീവ് അവകാശപ്പെടുന്ന സമയത്ത് കേരളത്തിൽ ജീവിക്കുന്ന മലയാളികൾക്ക് എങ്ങനെയാണ് വിശ്വസിക്കാൻ സാധിക്കുന്നത്? ഒരു പഞ്ചായത്തിൽ മിനിമം 2000 സ്റ്റാർട്ടപ്പുകൾ തുടങ്ങിയാൽ മാത്രമല്ലേ കേരളത്തിൽ 3 ലക്ഷം സ്റ്റാർട്ടപ്പ് ആവും. നിങ്ങൾക്ക് നിങ്ങളുടെ ചുറ്റുവട്ടം നോക്കിക്കഴിഞ്ഞാൽ 2000 സ്റ്റാർട്ടപ്പുകൾ കാണാൻ സാധിക്കുന്നുണ്ടോ? ഈ ചർച്ച കണ്ടുകൊണ്ടിരിക്കുന്ന മലയാളികൾക്ക് എത്ര പേർക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്? സ്വന്തം വാർഡിൽ ഒരു 10 സ്റ്റാർട്ടപ്പുകൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ സാധിക്കുമോ? ഇല്ല എന്നുള്ളത് വസ്തുതയല്ലേ. അപ്പോൾ ഈ നാട്ടിൽ തുടങ്ങിയിട്ടുള്ള പെട്ടിക്കടകളോ ചെറിയ ചെറിയ സ്ഥാപനങ്ങളോ മുഴുവൻ സ്റ്റാർട്ടപ്പുകളെ കണക്കിൽപ്പെടുത്തി ഉണ്ടാക്കിയ ഫേക്ക് ആയിട്ടുള്ള വ്യാജമായിട്ടുള്ള കണക്കിന്റെ അടിസ്ഥാനത്തിൽ കെട്ടിപ്പൊക്കിയതാണെന്ന് നേരത്തെ തന്നെ
24 ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ ഇതെല്ലാം തകർത്തെറിഞ്ഞിട്ടുള്ള വ്യാജ അവകാശവാദങ്ങളാണ്. അതിനുമേൽ ആ രാജീവിന്റെ വ്യാജ അവകാശവാദങ്ങൾക്ക് മേലാണ് ശശി തരൂരിന്റെ ലേഖനം വന്നിട്ടുള്ളത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വസ്തുത എന്ന് പറയുന്നത്. അവിടെ ശശി തരൂർ ആശ്രയിച്ചിട്ടുള്ളത് രാജീവിന്റെ ക്ലെയിമുകളെയാണ്. അദ്ദേഹം തന്നെ പറയുന്നത് രാജീവിന്റെ ക്ലെയിം ശരിയാണെങ്കിലെന്നാണ്. രാജീവിന്റെ ക്ലെയിം ശരിയല്ല എന്ന് പലതവണ കോൺഗ്രസ് പറഞ്ഞിട്ടുള്ളതാണ്. അത് തെളിവുകൾ സഹിതം പറഞ്ഞിട്ടുള്ളതാണ്. ഇനി ഒറ്റ കാര്യം പറഞ്ഞു നോക്കും. ഇതിൽ തന്നെ ശശി തരൂരിന്റെ ലേഖനത്തിൽ പറയുന്ന ഒരു വാചകം എനിക്ക് വളരെ രസകരമായി തോന്നിയിട്ടുള്ള കാര്യം അതാണ്. Kerala has forged a startup ecosystem that at the end of an 18-month period last year was valued at a whopping $1.7 billion. $1.7 billion ടോട്ടൽ വാല്യൂ ആണ് കേരളത്തിലെ സ്റ്റാർട്ടപ്പ് സെറ്റപ്പിനുള്ളത്, എക്കോസിസ്റ്റത്തിനുള്ളത് എന്നാണ് ശശി തരൂർ പറയുന്നത്. അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള കണക്കുകളുടെ അടിസ്ഥാനത്തിൽ നോക്കൂ. 1.7 ബില്യൺ എന്ന് പറയുമ്പോൾ നമ്മൾ യൂണിക്കോൺ എന്ന് വിളിക്കുന്നത് എന്തിനെയാണ്? 1 ബില്യൺ വിറ്റ് വരവുള്ള സ്ഥാപനങ്ങളെയാണ് യൂണിക്കോൺ എന്ന് വിളിക്കുന്നത്. ഇന്ത്യയിൽ 100 യൂണിക്കോണുകൾ പിറവിയെടുത്ത് 100ാമത്തെ യൂണിക്കോൺ ആയിട്ടാണ് ഈ കേരളത്തിലെ ഒരേ ഒരു യൂണിക്കോൺ സ്ഥാപനം വന്നിട്ടുള്ളത്. നിങ്ങൾ ആലോചിക്കണം, ഇന്ത്യയിൽ സ്റ്റാർട്ടപ്പുകളിൽ ആദ്യത്തെ 100 യൂണിക്കോൺ സ്റ്റാർട്ടപ്പുകൾ ഉണ്ടായി. അതിൽ ഏറ്റവും 100ാമത്തേതായിട്ടാണ് കേരളത്തിലെ ഒരേ ഒരു യൂണിക്കോൺ സ്റ്റാർട്ടപ്പ് വരുന്നത്. അപ്പോൾ അതായത് 1 ബില്യൺ വിറ്റ് വരവുള്ള ഏക യൂണിക്കോൺ മാത്രമാണ് കേരളത്തിലുള്ളത്. ഒറ്റ സ്റ്റാർട്ടപ്പ് മാത്രമാണുള്ളത്. അപ്പോൾ ഈ കേരളത്തിൽ ഇത്രയും 3 ലക്ഷം സ്റ്റാർട്ടപ്പുകൾ ഉണ്ടാക്കിയിട്ട് അതിൽ നിന്ന് കേവലം ഒരേ ഒരു യൂണിക്കോൺ മാത്രമാണ് കഴിഞ്ഞ 5-6 വർഷം കൊണ്ട് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുള്ളത് എങ്കിൽ അത് കേരളത്തിന്റെ നയത്തിന്റെ വൈകല്യമാണ് എന്ന് പറയേണ്ടി വരും. അല്ലെങ്കിൽ കേരളത്തിന്റെ പരാജയമാണെന്ന് നമ്മൾ സമ്മതിക്കേണ്ടി വരും. കാരണം ഇത്രയും വലിയ സിസ്റ്റം, രാജ്യത്തെ ഏറ്റവും കൂടുതൽ സ്റ്റാർട്ടപ്പ് ഉണ്ടായിട്ട് പോലും രാജ്യത്ത് വിവിധ സംസ്ഥാനങ്ങളായി 100-ലധികം യൂണിക്കോൺ ഉണ്ടായിട്ടും കേരളത്തിൽ ആകെയുള്ളത് ഒന്നാണ്. അത് തന്നെ ടോട്ടൽ വാല്യൂ ഓഫ് 3 ലക്ഷം സ്റ്റാർട്ടപ്പുകളുടെ 1.7 ബില്യണാണ് പറയുന്നത്. അപ്പോൾ ഈ കണക്കുകൾ വരുന്നുണ്ട്. 2, നമുക്ക് ഇപ്പോൾ ഡേറ്റ കിട്ടാൻ ഒരുപാട് രാജീവിന്റെ വാദങ്ങളെ ആശ്രയിക്കേണ്ട കാര്യമില്ലല്ലോ. ഇപ്പോൾ ഹൈ ഫ്രീക്വൻസി ഡേറ്റയുണ്ട്. ഹൈ ഫ്രീക്വൻസി ഡേറ്റ എന്ന് പറയുന്നത് എല്ലാ ആഴ്ചയും എല്ലാ മാസവും രാജ്യം ആശ്രയിക്കുന്ന റിയൽ ടൈം ഡേറ്റയുണ്ട്. ആ റിയൽ ടൈം ഡേറ്റ പരിശോധിച്ചാൽ കഴിഞ്ഞ ഈ 5-6 വർഷക്കാലത്തിനിടയ്ക്ക് കേരളത്തിൽ വ്യാവസായിക കൺസംഷൻ, ഇലക്ട്രിസിറ്റി കൺസംഷൻ എത്ര വർദ്ധിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾ പരിശോധിച്ചാൽ മതി. നിങ്ങൾ പറയുന്ന 3 ലക്ഷം പുതിയ സ്റ്റാർട്ടപ്പ് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ സംസ്ഥാനത്തിന്റെ വൈദ്യുതി ഉപഭോഗം അത്രമേൽ കുതിച്ചു വരണ്ടേ? അതിന് മാത്രം ഉപയോഗം ഇവിടെ കൂടിയിട്ടുണ്ടോ? അതിന് മാത്രം വ്യാവസായിക രംഗത്ത് ഗാർഹിക മേഖലയിൽ കണക്ഷൻ കൂടി ഉണ്ടാവും. നിങ്ങൾ KSEB കണക്ഷൻ ഡേറ്റ എടുത്താൽ പോലെ കൃത്യമായിട്ട് മനസ്സിലാകുമല്ലോ. അപ്പൊ വ്യാജ അവകാശവാദമാണെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ഇത് നേരത്തെയും കോൺഗ്രസ് സഭയ്ക്കകത്തും നിയമസഭയ്ക്കകത്തും പുറത്തും കോൺഗ്രസിന്റെ നേതൃത്വം പൊളിച്ചു കാണിച്ചിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് രാജീവിന്റെ വ്യാജ അവകാശവാദങ്ങളെ മുഖവിലേക്ക് എടുക്കരുതായിരുന്നു എന്നുള്ളത് തന്നെയാണ് എന്റെയും കോൺഗ്രസ് പാർട്ടിയുടെയും ഇക്കാര്യത്തിൽ അഭിപ്രായം എന്ന് പറയുന്നത്. 2, അദ്ദേഹം ഇക്കാര്യത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മുഴുവൻ ഇപ്പൊ ലിബറലൈസേഷന്റെയും പ്രൈവറ്റൈസേഷനെയും ഗ്ലോബലൈസേഷനെയൊക്കെ അദ്ദേഹം പോകുന്നുണ്ട്. ഇപ്പൊ ദേശാഭിമാനിക്കും CPM-നും ഒക്കെ ഈ പറയുന്ന കോൺഗ്രസിന്റെ നയമായിട്ട് ലിബറലൈസേഷനും പ്രൈവറ്റൈസേഷനും ഗ്ലോബലൈസേഷനും പഥ്യമാണെങ്കിൽ ഞങ്ങൾക്ക് അതിൽ തർക്കമൊന്നുമില്ല. അതൊക്കെ അവർക്ക് CPM-ന് ഇപ്പൊ സ്വാഗതം ചെയ്യുന്നെങ്കിൽ ശശി തരൂർ പറയുന്ന ഇത്തരത്തിലുള്ള ഈ നയം കോൺഗ്രസ് കൊണ്ടുവന്നിട്ടുള്ള നയത്തേക്ക് ഈ CPM സ്വാഗതം ചെയ്യുകയാണെങ്കിൽ കോൺഗ്രസിന് അതിൽ അതൊന്നും സ്വാഗതം ചെയ്യേണ്ട ആവശ്യം ഇപ്പോൾ CPM-നില്ലല്ലോ. CPM-നെ സംബന്ധിച്ച് ഈ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് അടക്കം വ്യാവസായിക സൗഹൃദ അന്തരീക്ഷം ഉണ്ടാക്കാൻ കഴിഞ്ഞുവെന്ന് കോൺഗ്രസിന്റെ MP അറ്റസ്റ്റ് ചെയ്തിരിക്കുന്നു. അതാണല്ലോ മുഖ്യമന്ത്രി പറഞ്ഞത്. LDF-നോടുള്ള വിരോധം നാടിനോടുള്ള വിരോധമായി മാറരുത്. ദാറ്റ് ഈസ് എ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ്. അത് നടത്താൻ പാകത്തിലൊരു ആയുധം മൂർച്ച കൂട്ടി കൊടുത്ു ശശി തരൂർ. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇന്ത്യൻ എക്സ്പ്രസിലെ ലേഖനത്തിൻ്റെ അടിഭാഗത്ത് അദ്ദേഹം എഴുതിയിട്ടുണ്ട് പേഴ്സണൽ വ്യൂസ് എന്ന്. ശശി തരൂരിനെ പോലെ കോൺഗ്രസ് ടിക്കറ്റിൽ ജയിച്ച് MP ആയിരിക്കുന്ന കോൺഗ്രസിൻ്റെ മുഖമായി നിൽക്കുന്ന ആളുകളിൽ പ്രമുഖനായി നിൽക്കുന്ന ശശി തരൂരിനെ പോലെ ഒരാൾക്ക് ഇത്തരം പൊളിറ്റിക്കൽ സ്വഭാവമുള്ള കാര്യങ്ങൾ സ്വന്തം അഭിപ്രായമാണ്, സ്വന്തം വ്യൂസാണെന്ന് പറഞ്ഞ് എങ്ങനെ അച്ചടിക്കാൻ കഴിയുന്നു? അത്രയ്ക്കും അച്ചടക്കരാഹിത്യമുള്ള പാർട്ടിയാണോ കോൺഗ്രസ് പാർട്ടി? നോക്കൂ, കോൺഗ്രസ് വിശാലമായ ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടിയാണ്. സ്വാഭാവികമായിട്ടും അതിലെ ആളുകൾക്ക് വ്യക്തിപരമായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ പാർട്ടിയുടെ നയങ്ങൾ, യാഥാർത്ഥ്യത്തിന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം എന്ന രീതിയിൽ പറയുന്നത് ശരിയാണോ അല്ലയോ എന്ന് സംബന്ധിച്ച് തീരുമാനം എടുക്കുന്നത് AICC ലീഡർഷിപ്പാണ്. അവർ തീരുമാനം എടുക്കട്ടെ. ഞാൻ ഈ കാര്യത്തിൽ കൃത്യമായിട്ട് പറയുന്നു, ഇത് ഡേറ്റ അനുസരിച്ച് തന്നെ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ തന്നെ അത് തെറ്റാണ്. കേരളം അത്തരത്തിലുള്ള ഒരു വ്യാവസായിക സൗഹൃദ അന്തരീക്ഷമുള്ള സംസ്ഥാനമാക്കി മാറ്റാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് മാധ്യമങ്ങളടക്കം പൊളിച്ചു കളഞ്ഞിട്ടുള്ള രാജ്യത്തിന്റെ വ്യാജ അവകാശവാദങ്ങളാണ് എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അതല്ലെങ്കിൽ ജനങ്ങൾക്ക് കാണാൻ സാധിക്കേണ്ടത് എവിടെയാണ് സ്റ്റാർട്ടപ്പ് ഉള്ളത്, എവിടെയാണ് കേരളത്തിൽ ഇതിനു മാത്രം ജോലി അവസരങ്ങൾ, തൊഴിലവസരങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഞാൻ ചോദിക്കട്ടെ, ഇപ്പം 3 ലക്ഷം സ്റ്റാർട്ടപ്പുകൾ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ സ്റ്റാർട്ടപ്പുകൾക്ക് വേണ്ടിയിട്ടുള്ള യന്ത്ര സംവിധാനങ്ങളും മറ്റ് സാധനങ്ങളൊക്കെ വാങ്ങിയപ്പോൾ അതിനനുസരിച്ച് GST റവന്യൂ കേരളത്തിൽ ഉണ്ടാവണം.
ആവണ്ടേ? അത്തരം ഒരു ഇൻക്രീസ്, ഒരു സഡൻ ഇൻക്രീസ് GST വരുമാനത്തിൽ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടില്ല. അതൊക്കെ ഡേറ്റയല്ലേ, കേരളത്തിന് അവൈലബിൾ ആയിട്ടുള്ള ഡേറ്റയല്ലേ? അതൊന്നും ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, ഈ തട്ടിപ്പിന് ഈ രാജീവിന്റെ അവകാശവാദം, നിങ്ങൾ രസകരമായിട്ടൊരു കാര്യമുണ്ട് ഗോപീഷ്, നമുക്ക് ഓർമ്മയില്ലേ, ലംബോർഗിനിയുടെ ഉടമയുടെ മകനോ മറ്റോ കേരളത്തിൽ ആയുർവേദ ചികിത്സയ്ക്ക് വന്നു. ഉടൻ തന്നെ ആറന്മുള കണ്ണാടിയും അതുപോലെ തന്നെ ചായയും കൊടുത്ത് രാജീവ് സൽക്കരി എന്നിട്ട് പറയുകയാണ് ലംബോർഗിനി കേരളത്തിൽ കാർ നിർമ്മാണ ഫാക്ടറി തുടങ്ങാൻ പോകുന്നു. പിന്നീടാണ് മനസ്സിലായത് ഈ മനുഷ്യൻ റിയൽ എസ്റ്റേറ്റ് കച്ചവടക്കാരനാ. കേരളത്തിൽ അത്തരത്തിൽ ഒരു താല്പര്യം അദ്ദേഹത്തില്ല. ചുമ്മാ വന്ന് ആറന്മുള കണ്ണാടിയും വാങ്ങി ചായയും കുടിച്ചു പോയി ഇവിടെ ആയുർവേദ ചികിത്സയ്ക്കോ ടൂറിസത്തിന്റെ ഭാഗമായിട്ടോ വന്നിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അങ്ങനെ ഒരാളെ കൊണ്ടുവന്ന് ഇതാ കേരളത്തിൽ ലംബോർഗിനിയുടെ ഇൻവെസ്റ്റ്മെന്റ് വരാൻ പോകുന്നു എന്ന് കൊട്ടിഘോഷിച്ചവരാണ്. ഇവർ കൊണ്ടുവന്ന ഇൻവെസ്റ്റ്മെന്റ് എന്താണ്? ഇപ്പൊ നോക്കൂ, നമ്മൾ കേരളത്തിലെ മദ്യനയത്തിൽ മാറ്റം വരുത്തിയത് പോലും പൊതുസമൂഹത്തെ അറിയിക്കാതെ ഒയാസിസ് എന്ന് പറയുന്ന ഒരു തട്ടിപ്പ് പ്രസ്ഥാനത്തെ പാലക്കാട് കൊണ്ടുവന്ന് മദ്യനിർമ്മാണശാല തുടങ്ങാൻ ശ്രമിച്ചതുപോലെയുള്ള തട്ടിപ്പ് സംഭവങ്ങളല്ലേ നേരത്തെ ഉണ്ടായിരുന്നല്ലോ. നമുക്ക് ഈ കേരളത്തിലെ സമുദ്ര ഗവേഷണവുമായി ബന്ധപ്പെട്ടും അതല്ലെങ്കിൽ കേരളത്തിലെ ചില മേഖലയുമായി ബന്ധപ്പെട്ടും ഇതുപോലെയുള്ള തട്ടിപ്പ് സ്ഥാപനങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവരുന്നു എന്ന് പ്രഖ്യാപിച്ച അവസാനം ഈ പറയുന്ന ആൾക്ക് 10,000 രൂപയുടെ ആസ്തി പോലും ഇല്ല എന്ന് മനസ്സിലായ സന്ദർഭങ്ങളും കേരളത്തിലുണ്ട്. ഞാൻ ചോദിക്കട്ടെ, രാജീവും കേരളത്തിലെ മന്ത്രിമാരും എത്ര തവണ വിദേശ സന്ദർശനം നടത്തി, എത്ര ക്യാമ്പയിനുകൾ നടത്തി? ഒരു നയാ പൈസ ഇൻവെസ്റ്റ്മെന്റ് കേരളത്തിലേക്ക് വന്നോ? കഴിഞ്ഞ 7-8 വർഷക്കാലത്ത് ഇതൊക്കെയായിരുന്നു ഡോക്ടർ തരൂരിന്റെ ലേഖനത്തിലെ പ്രധാനപ്പെട്ട ഭാഗമാകേണ്ടിയിരുന്നത്. ഡോക്ടർ തരൂരിനെ പോലെയുള്ള ആളുകൾ ഇത്തരം കാര്യങ്ങളാണ് പറയേണ്ടിയിരുന്നത്. പക്ഷേ പറഞ്ഞതാകട്ടെ ഈ കേരളത്തിൽ വരുന്ന വലിയ മാറ്റത്തെക്കുറിച്ച് അദ്ദേഹത്തിനുണ്ടായിട്ടുള്ള അത്ഭുതത്തെക്കുറിച്ചാണ്. അദ്ദേഹം അത് വലിയ കാര്യമായി അവതരിപ്പിക്കുകയും ചെയ്തിരിക്കും. ഞാനൊരു ചെറിയ ഇടവേള എടുക്കുന്നു. ഞാൻ സെബാസ്റ്റ്യൻ പോൾ സാറിലേക്കാണ് വരിക. ഇടവേളയ്ക്ക് ശേഷം വളരും. ചർച്ചയിലേക്ക് വീണ്ടും. സെബാസ്റ്റ്യൻ പോൾ സാർ, താങ്കൾ നേരത്തെ പറഞ്ഞു ശശി തരൂരിനെ പോലെ സ്വീകാര്യതയുള്ള ഒരു വ്യക്തി ചില കാര്യങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ അത് സമൂഹം ആ നിലയ്ക്ക് ഗൗരവത്തിലെടുക്കുമെന്ന്. അതേപോലെ അല്ലെങ്കിൽ അതിനപ്പുറമോ സ്വീകാര്യതയുള്ള വ്യക്തികളാണല്ലോ VD സതീശനും രാഹുൽ ഗാന്ധിയും അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വവും ഒക്കെ. അവർക്ക് തരൂർ പറഞ്ഞ കാര്യങ്ങളെ തിരുത്തി സമൂഹത്തിൽ ഒരു ഇതാണ് കോൺഗ്രസിന്റെ അഭിപ്രായം എന്ന് വരുത്താൻ കഴിയില്ലേ? അതെല്ലാം രാഷ്ട്രീയ അഭിപ്രായങ്ങളായിട്ടും തരൂരിൻ്റെത് സ്വതന്ത്ര അഭിപ്രായമായിട്ടും സ്വീകരിക്കപ്പെടുകയാണോ ചെയ്യുക? അതിൽ പ്രതീക്ഷ അർപ്പിച്ചാണോ മുഖ്യമന്ത്രി അടക്കമുള്ളവർ ഇപ്പോൾ അദ്ദേഹത്തെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വരുന്നത് നമ്മൾ കാണുന്നത്? അല്ല, ഭരണഘടനയുടെ ഈ 10ാം പട്ടികയുടെ നിയന്ത്രണത്തിന് വിധേയമായി പ്രവർത്തിക്കേണ്ട ആളാണ് കോൺഗ്രസ് MP ആയ ശശി തരൂർ. അദ്ദേഹം അഭിപ്രായങ്ങൾ പറയുമ്പോൾ അതും രേഖാമൂലം ഒരു പത്രത്തിൽ അച്ചടിച്ചു വന്നതാണ്. അത് പേഴ്സണൽ എന്നൊരു വിശേഷണം കൊണ്ട് അതിന് ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. അല്ലെങ്കിൽ ഉത്തരവാദിത്വം മുഴുവൻ താൻ ഏറ്റെടുത്തു അതുകൊണ്ട് അതിൻ്റെ പാർട്ടിക്കുണ്ടാകുന്ന ഒരു അസൗകര്യം അത് ഒഴിവാക്കാനുമാവില്ല. അതുകൊണ്ട് ശശി തരൂർ പറഞ്ഞ കാര്യങ്ങളെ മെറിറ്റിൽ പരിശോധിക്കുന്നതിനും അത് ശരിയല്ല എന്ന് സ്ഥാപിക്കുന്നതിനുമുള്ള ഒരു അവകാശം മാത്രമല്ല ഉത്തരവാദിത്വം VD സതീശനെ പോലെ പ്രതിപക്ഷ നേതാവിനുണ്ട്, മറ്റ് കോൺഗ്രസ് പാർട്ടി നേതാക്കന്മാർക്കുമുണ്ട്. ഞാൻ സൂചിപ്പിച്ചത് ഇവിടെ ശശി തരൂർ ഒരു ക്രെഡിബിലിറ്റി എന്ന വാക്കിന്റെ ശരിയായ അർത്ഥത്തിൽ പറയുകയാണ് അല്ലെങ്കിൽ ജനങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്ന ഒരു നേതാവ് തന്നെയാണ്. അദ്ദേഹം ചില കാര്യങ്ങൾ പറയുമ്പോൾ അത് വളരെ പ്രകടമായി പ്രത്യക്ഷമായി കേരളത്തിലെ ഭരണകക്ഷിക്കും സർക്കാരിനും പ്രയോജനകരമാകുന്ന രീതിയിൽ അദ്ദേഹം ചില കാര്യങ്ങൾ പറയുമ്പോൾ അത് സ്വാഭാവികമായും ഇപ്പോൾ കോൺഗ്രസിന് വിമർശിക്കാൻ അവകാശമുണ്ട് എന്ന് പറഞ്ഞതുപോലെ തന്നെ CPM-ന് അല്ലെങ്കിൽ LDF-ന് ഇത് ശശി തരൂർ പറയുന്നത് കേട്ടില്ലേ എന്ന് ജനങ്ങളുടെ മുന്നിൽ അത് അവതരിപ്പിക്കുന്നതിനുള്ള അവകാശമുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്, അവസരമുണ്ട്. അങ്ങനെ ഒരു രാഷ്ട്രീയമായ ഒരു പ്രശ്നമായി ഇത് മാറാൻ പോവുകയാണ്. അല്ലെങ്കിൽ മാറ്റാതെ നിവൃത്തിയില്ലാത്ത അവസ്ഥ ഉണ്ടാവും. അങ്ങനെ ഒരു നിലപാട് എന്തുകൊണ്ട് ശശി തരൂർ സ്വീകരിച്ചു എന്ന ചോദ്യത്തിന് എനിക്കത് അറിയില്ല എന്ന് ഞാൻ ആദ്യം പറയുകയുണ്ടായി. ഇപ്പോഴും എൻ്റെ ഉത്തരം അത് തന്നെയാണ്. പക്ഷേ ശശി തരൂരിന് അങ്ങനെ ഒരു പാരമ്പര്യമുണ്ട്. ചില ഘട്ടങ്ങളിലൊക്കെ അതുകൊണ്ട് ഈ ചർച്ചയിൽ പരാമർശിക്കപ്പെട്ട് കഴിഞ്ഞു. ചില ഘട്ടങ്ങളിലൊക്കെ അദ്ദേഹം ചില അഭിപ്രായങ്ങൾ പറയും. അത് പേഴ്സണലാവാം, സ്വതന്ത്രമാകാം, എന്തുമാകാം. പക്ഷെ അത് പലർക്കും അസൗകര്യം ഉളവാക്കുന്നുണ്ട്. ഒരു പാർട്ടിയുടെ ജനപ്രതിനിധി, പാർട്ടിയുടെ ഔദ്യോഗിക ഭാരവാഹി ഈ രീതിയിൽ സംസാരിക്കുന്നത് ശരിയോ തെറ്റോ എന്നൊക്കെയുള്ളത് അത് ആ പാർട്ടിയെ ബാധിക്കുന്ന വിഷയങ്ങളാണ്. പക്ഷെ LDF-നെ സംബന്ധിച്ച് ഒരു തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ ശശി തരൂർ എന്ന തിരുവനന്തപുരത്തെ MP പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ പറഞ്ഞ കാര്യങ്ങൾ അത് ജനങ്ങളെ സ്വാധീനിക്കുന്ന കാര്യങ്ങളാണ്. ജനങ്ങളുടെ മുന്നിൽ അത് യഥായോഗ്യം അവതരിപ്പിക്കുന്നതിനുള്ള അവസരമാണ് CPM-നും മറ്റും കിട്ടിയിരിക്കുന്നത്.
ശ്രീ ശ്രീജിത്ത് പണിക്കർ, താങ്കൾ പറഞ്ഞത് ഇതിൽ അവതരിപ്പിക്കപ്പെട്ട കണക്കുകൾ, പറഞ്ഞിട്ടുള്ള വിവരങ്ങൾ, അതിനെ ശരിതെറ്റുകളുടെ അടിസ്ഥാനത്തിൽ വിശകലനം ചെയ്യുകയാണെങ്കിൽ കുറേ കാര്യങ്ങൾ പി രാജീവ് പറഞ്ഞ കണക്കുകൾ അന്ധമായി വിശ്വസിച്ചുകൊണ്ട് തരൂർ ചില അഭിപ്രായങ്ങൾ നടത്തിയെന്നാണ്. ഇപ്പോൾ നരേന്ദ്രമോദിയുടെ അമേരിക്കൻ സന്ദർശനവുമായി ബന്ധപ്പെടുത്തി നടത്തിയ കാര്യങ്ങളിലും ഇതുപോലെ ഒരു ഒറ്റക്കണ്ണിൽ മാത്രം കാര്യങ്ങൾ കാഴ്ച കണ്ടു, അങ്ങനെയാണ് തരൂർ ഈ പറഞ്ഞിരിക്കുന്നത് എന്ന് പറയാൻ പറ്റുമോ? അതല്ല, അദ്ദേഹം ഒരു ഡിപ്ലോമാറ്റ് എന്ന നിലയിൽ, അല്ലെങ്കിൽ അദ്ദേഹം മുൻപിരുന്ന പദവിയിലെ ആ ഒരു ഹാങ് ഓവറിൽ, ആ ഹാലോയിൽ ഇരുന്നു കൊണ്ടാണോ ശശി തരൂർ ഇങ്ങനൊരു അഭിപ്രായ പ്രകടനം നടത്തിയിട്ടുണ്ടാവുക? രണ്ടിനും അദ്ദേഹം പറഞ്ഞത് നാടിൻ്റെ താല്പര്യം മുൻനിർത്തിയെന്നാണ്. നാടിൻ്റെ താല്പര്യം മുൻനിർത്തി അഭിപ്രായം പറയുമ്പോൾ സ്വന്തം പാളയത്തിലുള്ള ആൾക്കാരെ ബുദ്ധിമുട്ടിലാക്കരുതല്ലോ. ആ ഔചിത്യം എന്തുകൊണ്ട് തരൂർ മറന്നുപോകുന്നു? ഇല്ല, ഈ കേന്ദ്രത്തിലെ അദ്ദേഹം ശ്ലാഘിച്ചിരിക്കുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ ഒരു ദേശീയ താല്പര്യം കാണാൻ കഴിയും. അതായത് എയർഫോഴ്സിന്റെ വിഷയമാണെങ്കിലും നമ്മുടെ താരിഫുമായി ബന്ധപ്പെട്ട ചർച്ചകളാണെങ്കിലും വളരെ പ്രോഗ്രസീവ് ആയിട്ടുള്ള, പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതിൽ അദ്ദേഹത്തിന് കോൺഗ്രസ് പാർട്ടിയുടേതായിട്ടുള്ള വിമർശനം ഇല്ലീഗൽ ഇമിഗ്രൻസിനെ ഇവിടെ കൊണ്ടുവരുന്ന കാര്യത്തിൽ അദ്ദേഹം പറയുകയും ചെയ്തിട്ടുണ്ട്. മറ്റ് രണ്ട് കാര്യങ്ങളും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, തരൂര് നേരത്തെ ഒരു വിദേശകാര്യ സഹമന്ത്രി ആയിരുന്നയാളാണ്. ഒപ്പം അദ്ദേഹം പുറത്ത് UN ദീർഘകാലം ജോലി ചെയ്തിരുന്ന ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് ഇല്ലീഗൽ ഇമിഗ്രേഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ് ഓരോ രാജ്യങ്ങൾ കൈകാര്യം ചെയ്യുക എന്ന വിഷയത്തിലാണെങ്കിലും, രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ട്രേഡ്, താരിഫ് തുടങ്ങിയ കാര്യങ്ങൾ എങ്ങനെയാണ് തീരുമാനിക്കുക തുടങ്ങിയ കാര്യങ്ങളിലും നമ്മുടെ രാജ്യത്തിന്റെ ഡിഫൻസ് റിക്വയർമെന്റ്സ് എന്തൊക്കെയാണ് എന്ന കാര്യത്തിലും അദ്ദേഹത്തിന് കൃത്യമായിട്ടുള്ള ബോധ്യമുള്ള ഏരിയകൾ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് അതിലൊന്നും തന്നെ BJPയുടെ ഏതെങ്കിലും ഒരു പോളിസിയോട് കോൺഗ്രസിന്റെ പോളിസിക്ക് വിരുദ്ധമായിട്ട് അദ്ദേഹം ചേർന്ന് നിൽക്കുന്നുവെന്ന് ഞാൻ കരുതുന്നില്ല. മറിച്ച് അതിലൊരു നാഷണൽ ഇൻട്രസ്റ്റ് കാണുന്നുണ്ട്. പക്ഷേ കേരളത്തിലെ ഈ ഡേറ്റ മുഴുവൻ മുന്നിൽ ഉണ്ടായിട്ടും അദ്ദേഹം പറഞ്ഞിരിക്കുന്ന വലിയ ചില അബദ്ധങ്ങളുണ്ട്. ഇപ്പൊ ഒരു സെന്റൻസ് ഞാൻ വായിക്കാം. അതിലുള്ളത്, കേരള ഹാസ് ഫോർജ്ഡ് സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം at the end of an 18-month period last year was valued at a whopping 1.7 billion. ഈ പറഞ്ഞിരിക്കുന്നതെല്ലാം തന്നെ ഈ ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റത്തിന്റെ റിപ്പോർട്ടിൽ നിന്നാണ്. അത് കൂടാതെ അദ്ദേഹം അതിൽ പറയുന്നുണ്ട്, ഈ കഴിഞ്ഞ വർഷം എന്ന് പറഞ്ഞിട്ട് ഒരു പീരീഡ് പറയുന്നുണ്ട്. ഈ ലാസ്റ്റ് ഇയറിൽ എൻഡ് ചെയ്തിരിക്കുന്ന പീരീഡിലാണ് ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനെയല്ല. ആ ഡേറ്റ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, റിപ്പോർട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും അത് ഏതാണ്ട് 13 മാസം 14 മാസം പഴക്കമുള്ള റിപ്പോർട്ടാണ്. അതായത് അതിൽ പരിഗണിക്കപ്പെട്ടിരുന്ന പീരീഡ് എന്ന് പറയുന്നത് ഡിസംബർ 2023 പക്ഷെ അദ്ദേഹം പറഞ്ഞത് എൻഡ് ഓഫ് ലാസ്റ്റ് ഇയർ എന്നാണ്, ഡിസംബർ 2024 എന്ന രീതിയിലേക്ക്. അപ്പൊ തരൂരിനെ പോലെയുള്ള ഒരാള് ഇങ്ങനെയുള്ള മിസ്റ്റേക്കുകൾ ഒരു ലേഖനത്തിൽ വരുത്തുക എന്ന് പറയുന്നത് പ്രശ്നമുണ്ട്. രണ്ട്, ഇപ്പൊ രാജീവ് പറയുന്ന എല്ലാ കാര്യത്തിലെയും ബ്ലൈൻഡായിട്ട് എൻഡോസ് ചെയ്യുകയാണെങ്കിൽ ഈ 2 മിനിറ്റ് എന്നുള്ള അദ്ദേഹം 1 മിനിറ്റ് കൊണ്ട് കേരളത്തിൽ ബിസിനസ് നടത്താമെന്ന് രാജീവ്, അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാമെന്ന് രാജീവ് പറഞ്ഞു എന്ന് പറയണമായിരുന്നു. കാരണം കുറച്ച് നാൾ മുമ്പ്, എനിക്ക് തോന്നുന്നു ഒരു 4-5 മാസം മുമ്പാണ് KSIDCയുടെ ഒരു റോഡ് ഷോ ഉണ്ടായിരുന്നു. അപ്പൊ ആ റോഡ് ഷോയിൽ പങ്കെടുത്തുകൊണ്ട് ആൾക്കാരോട് ഇന്ററാക്ട് ചെയ്തുകൊണ്ട് അന്ന് പി രാജീവ് പറഞ്ഞത് കേരളത്തിൽ ബിസിനസ് നടത്തുന്നതിന് 1 മിനിറ്റ് മതി എന്നാണ്. അത് ഇപ്പൊ എന്തുകൊണ്ടാണ് 2 ആഴ്ച മുമ്പ് അദ്ദേഹം 2 മിനിറ്റായിട്ട് പരിഷ്കരിച്ചതെന്ന് എനിക്കറിയില്ല. പക്ഷെ നമ്മളിവിടെ താരതമ്യം ചെയ്യുന്ന ഇവിടെയാണ്. ശശി തരൂരിന്റെ ലേഖനത്തിൽ എഴുതിയിരിക്കുന്ന കാര്യത്തിന്റെ അക്കൗണ്ടബിലിറ്റി അദ്ദേഹത്തിനാണ്. അമേരിക്കയിലും സിംഗപ്പൂരിലും 3 ദിവസം കൊണ്ട് തുടങ്ങാം എന്ന് പറയുന്ന ഒരു സമയത്ത് കേരളത്തിൽ 1 മിനിറ്റിലോ 2 മിനിറ്റിലോ തുടങ്ങാം എന്ന രീതിയിലത്തേക്ക് ഒരു ഇൻഡസ്ട്രീസ് മിനിസ്റ്റർ പറയുകയാണെങ്കിൽ അതിനെ ബ്ലൈൻഡ് ആയിട്ട് സപ്പോർട്ട് ചെയ്യുന്നതിന് മുമ്പ് കുറേയധികം റിയാലിറ്റി ചെക്ക് അദ്ദേഹം നടത്തേണ്ടതാണ്. ആ കാര്യത്തിൽ അദ്ദേഹത്തിന് വലിയ പാളിച്ചയാണ് ഇതിൽ വന്നിരിക്കുന്നത് എന്ന കാര്യത്തിൽ തർക്കമില്ല. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 3 ലക്ഷം ഇവിടെ സ്റ്റാർട്ടപ്പുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ 3 ലക്ഷം സ്റ്റാർട്ടപ്പുകളുമായി ബന്ധപ്പെട്ട് അത്രത്തോളം എംപ്ലോയ്മെന്റ് ജനറേറ്റ് ചെയ്യണം. അപ്പൊ ഇവിടെ എത്രത്തോളം തൊഴിലില്ലായ്മയുണ്ട്? കേരളത്തിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഒരു സംസ്ഥാനമാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ ഒരു 18 മാസ പീരീഡിൽ, അല്ലെങ്കിൽ ഒരു 2.5 വർഷ പീരീഡിൽ ഈ കാലഘട്ടത്തിലൊക്കെ 3 ലക്ഷം ഇവിടെ സ്റ്റാർട്ടപ്പുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എത്ര പേർ എംപ്ലോയബിൾ ആയിട്ടുണ്ട്? അതിന്റെ കണക്കുകളില്ല. അതേപോലെ പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് ഇവിടെ ഒരു റേസ് എന്തിലുണ്ടാകണം? ഇൻകം ടാക്സിന്റെ റിട്ടേൺസ് സമർപ്പിക്കുന്ന കാര്യത്തിൽ ഉണ്ടാകണമായിരുന്നു. അതൊന്നും തന്നെ ഇവിടെ കാണുന്നില്ല. നേരത്തെ ശ്രീ സന്ദീപ് പറഞ്ഞതുപോലെ ഇൻഡസ്ട്രീസ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഇലക്ട്രിസിറ്റി കൂടുതലായിട്ട് ഉപയോഗിക്കും. ആ രീതിയിലേക്കുള്ള ഒരു കൺസംഷൻ കാണുന്നില്ല. എന്ന് വെച്ചാൽ സർക്കാർ പറയുന്ന കാര്യം ശരിയാണോ അല്ലയോ എന്ന് വാലിഡേറ്റ് ചെയ്യാനായിട്ടുള്ള മറ്റു മാർഗങ്ങൾ മുന്നിൽ ഉണ്ടായിട്ട് അതിനെപ്പറ്റി ചിന്തിക്കാതെ കോൺഗ്രസിന്റെ തന്നെ പല ആൾക്കാരും, സമൂഹത്തിൽ തന്നെ നിരവധി ആൾക്കാരും, നമ്മുടെ നാട്ടിലെ മാധ്യമ പ്രവർത്തകരടക്കം സീരീസ് ഓഫ് റിപ്പോർട്ട്സ് നടത്തിയതിനു ശേഷം ഈ കാര്യങ്ങളെല്ലാം തന്നെ തെറ്റാണ് എന്നും ഇതിലേക്ക് എന്ത് തരത്തിലുള്ള സ്ഥാപനങ്ങളാണ് കടന്നുകൂടിയിട്ടുള്ളത് എന്നതിനെ കുറിച്ച് പറഞ്ഞിരിക്കുമ്പോൾ ആ വിവരം മുന്നിലുള്ളപ്പോൾ ഒരു MP അതിനെ പൂർണ്ണമായിട്ടും തമസ്കരിച്ചുകൊണ്ട് മന്ത്രി പറഞ്ഞിരിക്കുന്നതനുസരിച്ചിട്ട് 1 മിനിറ്റ് കൊണ്ടോ 2 മിനിറ്റോ എന്ന് പറഞ്ഞാൽ ഇത് മാഗി നൂഡിൽസ് അല്ല. 2 മിനിറ്റ് കൊണ്ട് ഇത് പ്രിപ്പയർ ചെയ്യാമെന്ന് പറഞ്ഞാൽ ഇത് മാഗി നൂഡിൽസ് അല്ല. കേരളത്തിലെ ഒരു ബിസിനസ് ചെയ്യാനുള്ള ഒരു സാഹചര്യം എന്താണ് എന്ന് കൃത്യമായി അറിവുള്ള ഒരു വ്യക്തിയും, അതും പ്രത്യേകിച്ച് എക്സ്ട്രാ അക്കൗണ്ടബിലിറ്റി ഉള്ള ഒരു ജനപ്രതിനിധി ഈ രീതിയിലത്തേക്കുള്ള ഒരു ബ്ലണ്ടർ അദ്ദേഹത്തിന്റെ ലേഖനത്തിൽ ഉൾപ്പെടുത്താൻ പാടില്ലായിരുന്നു എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. ശരി, ശ്രീ ഇ.ഡി. മാത്യൂസ്, എനിക്ക് ഒരു അല്പം വ്യക്തിപരമായിട്ടാണ് എൻ്റെ ചോദ്യം. തരൂരിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ കരിയർ ഗ്രാഫ്
നന്നായി അറിയാവുന്ന ഒരാളെന്ന നിലയിൽ താങ്കൾക്കറിയാമല്ലോ. അദ്ദേഹം സ്വതന്ത്രമെന്നും നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടിയെന്നും ഒക്കെ അദ്ദേഹം പറഞ്ഞുകൊണ്ട് നടത്തുന്ന ഈ അഭിപ്രായ പ്രകടനങ്ങൾ നഷ്ടം മാത്രമേ അദ്ദേഹത്തിൻ്റെ കരിയറിൽ വരുത്തിയിട്ടുള്ളൂ. കാരണം കോൺഗ്രസിൻ്റെ വക്താവ് പദവി അടക്കം അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ ഈ സ്വതന്ത്ര അഭിപ്രായ പ്രകടനങ്ങളുടെ പേരിലാണ്. പിന്നീട് ചില സന്ദർഭങ്ങളിലൊക്കെ അദ്ദേഹം തിരുത്തേണ്ടിയും വന്നിട്ടുണ്ട്. കാരണം നെഹ്റു ഗാന്ധി കുടുംബത്തെക്കുറിച്ചൊക്കെ അദ്ദേഹം നടത്തിയ പരാമർശങ്ങൾ. ഒരു സുഹൃത്ത് എന്ന നിലയിൽ ശ്രീ ഡി മാത്യൂസ്, താങ്കൾ അദ്ദേഹത്തെ ഉപദേശിക്കുമോ? കേരളത്തിൽ അല്ലെങ്കിൽ ഈ രാജ്യത്ത് പൊതുപ്രവർത്തനം നടത്തുമ്പോൾ ഏതൊക്കെ കാര്യങ്ങളിൽ ശ്രദ്ധ വേണം എന്ന കാര്യം? ഗോപികൃഷ്ണൻ, താങ്ക്സ് ഫോർ ദ ക്വസ്റ്റ്യൻ. തരൂരിനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയത്തിന് അതീതമായ ഒരു നിലപാട്, അദ്ദേഹം എടുക്കുന്ന ആ നിലപാടിന് ഈ രാജ്യത്ത് കുറെ അംഗീകാരമുണ്ട്. അതിൽ പ്രധാനമായിട്ടും അഭ്യസ്ത വിദ്യരും ചെറുപ്പക്കാരുമായിട്ടുള്ള ആൾക്കാരാണ് അതിലുള്ളത്. അത് നമുക്ക് നിഷേധിക്കാൻ പാടില്ല. മാത്രമല്ല, അദ്ദേഹം ഒരു പ്രഭാഷകനാണ്, ഒരു ചിന്തകനാണ്, ഒരു ഡിപ്ലോമാറ്റാണ്, ഒരു നയതന്ത്രജ്ഞനാണ്, ഒരു വിശ്വപൗരനാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എടുത്തു നോക്കിയാൽ അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിന് ചില പ്രത്യേകതകളുണ്ട്. അത് നമുക്ക് നിഷേധിക്കാൻ പാടില്ല. അദ്ദേഹത്തിന്റെ ആഫ്റ്റർ ഓൾ ഇഫ് ദർ ഈസ് അനദർ VK Krishnamenon in Kerala, I think that tribute will go to Shashi Tharoor. ശരി, ശ്രീ ഡി മാത്യൂസ്, നമുക്ക് നോക്കാം അത് ഏത് തരത്തിലാണ് കേരളത്തിലെ രാഷ്ട്രീയ രംഗത്ത് ചലനങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നതെന്ന്. വിശ്വപൗരനാണ് എന്ന് പറയുമ്പോഴും ചിന്തകനും എഴുത്തുകാരനും സ്വന്തം അഭിപ്രായങ്ങൾ സ്വതന്ത്രമായി പറയുന്ന വ്യക്തിത്വമാണ് എന്ന മേൽവിലാസങ്ങൾ നൽകുമ്പോഴും കേരളത്തിലെ പ്രതിപക്ഷ ഒന്നാകെ പ്രതിരോധത്തിലാക്കുന്ന സ്വതന്ത്ര നിലപാടുകളുമായി ശശി തരൂരിന് എത്ര കാലം പാർട്ടി കൊടിയും പിടിച്ച് മുന്നോട്ട് പോകാൻ കഴിയും എന്ന ചോദ്യം കേരളത്തിന്റെ രാഷ്ട്രീയ മണ്ണിൽ നിന്ന് സ്വാഭാവികമായി ഉയരും. അതിനുള്ള മറുപടി വരും കാലം നൽകട്ടെ. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. എൻകൗണ്ടർ പ്രൈം ഇന്നിവിടെ പൂർത്തിയാകുന്ന മറ്റൊരു വിഷയമായി നാളെ ഇതേ സമയം. ഗുഡ് നൈറ്റ്.